ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ ഒരു അക്കൗണ്ടാണ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. വാസിന്റെ അക്കൗണ്ട്. നമ്മൾ ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സും ജസ്റ്റ് ഓവർ പറഞ്ഞു പോകാം. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം നമുക്ക് സംശയങ്ങളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോകാം. ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ ആരംഭം ഇവിടുന്നാണ്. അപ്പോൾ ഇവിടെ ഈ മഞ്ഞ ബോർഡറിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റ് ലിങ്ക്. ആ മഞ്ഞ ബോർഡറിന് താഴെ റൈറ്റ് ലിങ്ക്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് അവരെ റെഫർ ചെയ്യണമെങ്കിൽ സ്പോൺസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ഈ ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്ക് അയക്കാം. ലെഫ്റ്റ് വേണേ അയക്കാം, റൈറ്റ് വേണേ അയക്കാം. ഒരു നിബന്ധന, ഇതിൽ വർക്ക് ചെയ്ത് കമ്മീഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ റെഫറൽ ഉണ്ടാകുന്നത് കമ്പൽസറി. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്ക് അയച്ചു. ലെഫ്റ്റ് വേണമെങ്കിൽ ലെഫ്റ്റ് കൊടുക്കാം, റൈറ്റ് വേണമെങ്കിൽ റൈറ്റ് കൊടുക്കാം. വാട്സപ്പിൽ അയക്കാനാണെങ്കിൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഞാൻ ഏറ്റവും മുകളിലുള്ള ലെഫ്റ്റിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 2 സിം കാർഡ് പോലെ ഒരു കോപ്പി ചെയ്യാനുള്ള ചിഹ്നമുണ്ട്. ഇപ്പൊ ഞാൻ ടച്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഡാർക്ക് ആവും. എല്ലാം കാണാതെ ക്ലിപ്പ് ബോർഡ് കോപ്പിയിടുന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഒരാൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രോസസ്സ്. ഇനി അതല്ല, നമ്മളുടെ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ തൊട്ടടുത്തൊരു തലയുടെ ചിഹ്നമുണ്ട്. പ്ലസ് എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്തു. അപ്പൊ അത് പുതിയ രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോയി. ഇത്തരത്തിലാണ്. അപ്പം നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത ഒരു ലിങ്ക് ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്, സോറി, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് ആദ്യം ആരംഭിക്കാം. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് വരിക. അപ്പം ഞാൻ കോപ്പി ചെയ്തു ലിങ്ക്. ഇതൊരാൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഇത്തരത്തിൽ ലിങ്കാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. നമ്മൾ ആ ലിങ്ക് ടച്ച് ചെയ്യുമ്പോൾ അതൊരു രജിസ്ട്രേഷൻ ഫോമാണ് ഓപ്പണായി വരിക. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു. ഞാനിവിടെ ഇപ്പോൾ കാണിക്കാനായതിന് വേണമെങ്കിൽ ട്രസ്റ്റ് എന്നോ എന്തെങ്കിലും പേരൊക്കെ ഇടാം. അപ്പം എൻ്റെ പേര് കൊടുത്തു. ലാസ്റ്റ് നെയിം സ്റ്റീഫൻ. ഈ യൂസർ നെയിം എപ്പോഴും യുണീക്ക് ആയിരിക്കണം. കാരണം വേറെ ആൾ ഉപയോഗിച്ച യൂസർ നെയിം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അതുകൊണ്ട് വെറുതെ ഇപ്പം നിങ്ങളെ കാണിക്കാനായതുകൊണ്ട് ടെസ്റ്റിംഗ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അവിടെ സ്പേസ് ഒന്നും വരാൻ പാടില്ല. ഇനി എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കണം. കാരണം മെയിൽ വെരിഫിക്കേഷൻ നടന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തു. പാസ്വേഡ് അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. അതായത് വലിയക്ഷരം, ചെറിയക്ഷരം, ഒരു ചിഹ്നം, നമുക്ക് ഹാഷോ @ ഡോളറോ ഏതെങ്കിലും ചിഹ്നം കൊടുക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ABCD @123 again അതൊരിക്കൽ കൂടി കൺഫർമേഷൻ ആയിട്ട് കൊടുത്തു. നിങ്ങളുടെ പേരൊക്കെ ആവാം. ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം കൊടുക്കുക, ബാക്കി ചെറിയ അക്ഷരം കൊടുക്കുക, @ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇയർ കൊടുക്കാം, ജനിച്ച വർഷം കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും നിങ്ങൾക്ക് യുണീക്ക്, ഇപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് എന്തെങ്കിലും കൊടുക്കാം. ഇനി സെലക്ട് കൺട്രി, അടുത്ത നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് അതാണ് ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തു. എൻ്റെ മൊബൈൽ ഓൾറെഡി സേവ് ആയി കിടന്നുകൊണ്ടാണ് നമ്പർ അവിടെ വന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് പഴയ നമ്പറാണ്. ഞാനിപ്പോൾ എൻ്റെ പുതിയ നമ്പർ യൂസ് ചെയ്യാൻ പോവാണ്. അത് കൊടുത്തു. ഈ സെലക്ട് ജെൻഡർ മെയിൽ കൊടുത്തു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ മന്ത്, ഡേറ്റ്, ഇയർ ആ ഒരു പാറ്റേണിലാണ് ചെയ്യേണ്ടത്. അപ്പം 5-ാം മാസം സ്ലാഷ് ഇടുക. 11-ാം തീയതി ആണെങ്കിൽ 11-ാം തീയതി ഇടുക. വീണ്ടും സ്ലാഷ് ഇട്ടു. വീണ്ടും വർഷം 1975. ഓക്കെ, വർഷം കൊടുത്തു. ഇപ്പോൾ യൂസർ നെയിം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. നോർമലി അത് അയച്ചു കൊടുത്താൽ വരും. അതല്ലെങ്കിൽ ചില സമയത്ത് ചില ഫോണുകൾ അങ്ങനെ കാണിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ആ ലിങ്ക് അയച്ചത് കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ അതൊന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് http://was.network/register. പിന്നെ അതിന് താഴെ യൂസർ നെയിം കാണിക്കുന്നുണ്ട് after01. ഓക്കെ, പൊസിഷൻ ലെഫ്റ്റും കാണിച്ചിട്ടുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. വന്നില്ലെങ്കിൽ അയച്ചുതന്ന ലിങ്കിൽ ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും യൂസർ നെയിം എന്താണ്, പൊസിഷൻ ഏതാണ് എന്ന് രണ്ടും കാണാൻ പറ്റും. ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്.
ഇനി ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം രജിസ്റ്റർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഓൾറെഡി സക്സസ് കാണിച്ചെങ്കിലും ഇവിടെ കണ്ട എന്താണ് യൂസർ നെയിം ഓൾറെഡി നിലവിൽ അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ആളാരോ ചോദിച്ചു. പലർക്കും സംഭവിക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ പലപ്പോഴും എന്നോട് ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് കാരണം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു കൂട്ടി കൊടുക്കുകയാണ്. ടെസ്റ്റിംഗ് എന്നുള്ളതിന് കൂടെ 2024 നമ്മളിപ്പോൾ വർഷം കൊടുത്തു. ഓക്കെ, ഈ വീണ്ടും ഞാൻ രജിസ്റ്റർ കൊടുക്കുകയാണ്. ഇവിടെ സക്സസ് കാണിച്ചു പഴയതുപോലെ. ഈ താഴെ എന്താ വരിക നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോയിട്ടുണ്ട്. അതുകൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിത് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പറയണം ഇത് മിനിമൈസ് ചെയ്തിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് വാസ് വെരിഫിക്കേഷൻ മെയിൽ. ഇനി ഒരു ശ്രദ്ധിക്കുക, പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ നേരിട്ട് ഇങ്ങനെ വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ 3 വരെ ഇട്ട് ചെയ്യുക. ഇവിടെ ഓൾ ഇൻബോക്സ് നോക്കാം. പ്രൈമറിയിൽ ഇപ്പോൾ ഉള്ളത് പ്രൊമോഷൻസ് ഉണ്ട്, അങ്ങനെ നോക്കാം. ചില ആൾക്കാർക്ക് അതിലൊന്നും ആയിരിക്കില്ല, സോഷ്യലായിരിക്കും. അതിന് താഴേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതും അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ സ്പാം. ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും വന്നിടക്കുക. അത് ഏതെങ്കിലും ഒന്നിലുണ്ടാവും. അത് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് കിടക്കുന്നത് പ്രൈമറിയിലാണ്. ഞാൻ വെരിഫിക്കേഷൻ മെയിലിൽ ക്ലിക്ക് ചെയ്തു. ആ പേജ് കുറച്ചും മുകളിലൂടെ എത്തുമ്പോൾ അവിടെ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള സ്ഥലം കിട്ടും. ഇവിടെ കണ്ടോ, കൺഫേം യുവർ ഇമെയിൽ. ആ മഞ്ഞ ബോക്സിൽ ടച്ച് ചെയ്യുക. ഇതിനു മുമ്പ് ഇത് ചെയ്തില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പുറത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഞാൻ ലോഗിന് പോവുകയാണ്. യൂസർ നെയിം നമ്മൾ കൊടുത്തിരിക്കുന്നത് ടെസ്റ്റിംഗ് ആണ്. 2024 കൊടുത്തിരിക്കുന്നത്. 2024. ഞാൻ പാസ്വേഡ് കൊടുത്തത് ABCD ആയിരുന്നു. ABCD@123. ഞാൻ ലോഗിൻ ചെയ്യാണ്. ഇവിടെ താഴെ എഴുതിക്കാണെങ്കിൽ വാക്കുകൾ നോക്കിക്കോളൂ. സക്സസ് കാണിച്ചതിന് താഴെ എന്താ കാണിച്ചിരിക്കുന്നത്, യുവർ ഇമെയിൽ അഡ്രസ് നോട്ട് വെരിഫൈ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ്. ഇപ്പോൾ പലർക്കും പ്രശ്നങ്ങൾ ഇതാണ്, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ആർക്കും വാസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആരും മറക്കരുത്, എല്ലാവരോടും വെരിഫൈ പറയണം. അപ്പോൾ നമുക്ക് കൺഫേം യുവർ ഇമെയിൽ എന്നുള്ള സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി വരുന്ന പേജിൽ ഇവിടെ തന്നെ ഈ മെയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് നേരെ ഗൂഗിൾ ക്രോമിലേക്കൊക്കെ ലിങ്ക് ആകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പകരം ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പഴയ സ്ഥലത്ത് തന്നെ ഓപ്പൺ ചെയ്യാം. വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഴയ സ്ഥലത്ത് പോയി നോക്കാം. ഇനി ഞാൻ ഒന്നുകൂടെ ലോഗിൻ കൊടുക്കുകയാണ്. ഇത് താഴെ നോക്കിക്കോളൂ. ഓക്കെ, ലോഗിൻ സക്സസ്ഫുൾ. ഇപ്പോൾ ആ അക്കൗണ്ട് ഓപ്പൺ ആയി. ഇനി ചെയ്യേണ്ട പ്രോസസ്സ്, ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ ആ യൂസർ നെയിം ടച്ച് ചെയ്യുക. യൂസർ നെയിം ടച്ച് ചെയ്തു. മൂന്നാമത്തത് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ചേഞ്ച് പാസ്വേഡ് ചോദിച്ചു. ചേഞ്ച് പാസ്വേഡ് അല്ല, നമുക്കിവിടെ എന്ത് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിലും, നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വരുമായിരുന്നു. ഞാൻ സേവ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല. നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ അവിടെ കാണിച്ചു മെയിലിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്. ആ OTP കൊടുത്താലാണ്, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു OTP ആണ്. നമ്മളിപ്പം ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്തില്ല, നമ്മൾ നിലവിലുള്ള ലോഗിൻ പാസ്വേഡാണ് കൊടുത്തിരിക്കുന്നത്. വന്നിട്ടുണ്ട് 570 481. 570 481 സബ്മിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഞാൻ കൊടുത്തു തന്നെ തൽക്കാലം കൊടുക്കുകയാണ്. ABCD
1 2 3. അഗൈൻ ഒരിക്കൽ കൂടി കൺഫർമേഷൻ ചോദിച്ചു. എ പരീക്ഷണം ABCD at 1 2 3. ട്രാൻസാക്ഷൻ പാസ്വേഡ് കൊടുത്തപ്പോൾ വീണ്ടും OTP പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മെയിലുമായിട്ട് ലിങ്ക്ഡ് ആണ്. 12 506 802. ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ് എന്നുള്ളത് ഡാഷ്ബോർഡിലേക്ക് വരുന്നു. ഇവിടെ ഈ മഞ്ഞ ബോക്സിന് സെൻറ്റർ ഭാഗത്ത് എൻ്റർ ബിറ്റ്കോയിൻ അഡ്രസ്സ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഇപ്പം കഴ്സർ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ നമ്മളോട് ബിറ്റ്കോയിൻ കോഡ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ മൈനിങ് പ്രോസസ്സ് ഉണ്ട്. നമുക്ക് $500 ലൈസൻസ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും $50 ഒരു NFT മൈനിങ്ങിൽ കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് BTC എന്ന് പറഞ്ഞ കോയിൻ മൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാത്തത് നമുക്ക് ആ പ്രോസസ്സ് ഇതിപ്പം ട്രേഡിങ്ങിലാണ് ഫോക്കസ് ചെയ്തപ്പോൾ നമ്മളത് കഴിയട്ടെ, ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ ആ മൈനിങ് പ്രോസസ്സ് ലോസ് ആണ്. നമ്മൾ $100 മൈൻ ചെയ്ത് പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ് ഫ്യൂവലായിട്ട് $200 ചിലവ് വരും. ഇപ്പം നമ്മൾ അതിനുവേണ്ടി സമ്മതിച്ച് അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് $100 ഉണ്ടാക്കാൻ $200 കളയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് ഡെയിലി 100% പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് $100 ഉണ്ടാക്കാൻ $200 കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളത് അധികം ഫോക്കസ് ചെയ്തത്. അതുണ്ട് എന്ന് പറയാണ്. ഭാവിയിൽ അതിന് വില കൂടുമ്പോൾ ഉപയോഗപ്രദം. അപ്പോൾ നമുക്ക് തിരക്ക് കൂട്ടണ്ട, ചെയ്യാം ഇതിനിടയ്ക്ക്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ മെറ്റാമാസ്കിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ഇപ്പോൾ എല്ലാവരും കാണാൻ വരുന്നുണ്ട്. മുകളിൽ പോളിഗൺ മെയിനെറ്റ് ആണ്. രണ്ടാമതിന് താഴെ ആ അക്കൗണ്ട് ഞാൻ പേരിട്ടുണ്ട്. ഷബീബിന്റെ കൂടെ എടുത്തൊരു അക്കൗണ്ട് ആയിരുന്നു, ഷബീബ് എന്ന് ഞാൻ പേരിട്ട്. നിങ്ങൾക്ക് അത് എന്ത് ഇഷ്ടം ഇടാം. നിങ്ങളുടെ മക്കളുടെ പേരിടാം, നിങ്ങളുടെ പേരിടാം. നിങ്ങളൊരു വിശ്വാസം അല്ലെങ്കിൽ വിന്നറെന്നോ സക്സസ്ന്നോ മൈഗോഡെന്നോ എന്തുമല്ല, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഷബീബ് എന്ന് എഴുതിയതിൻ്റെ തൊട്ട് താഴെ അഡ്രസ്സ് എന്നുണ്ട്. അതാണ് കോപ്പി ചെയ്യേണ്ടത്. ഒരു ബ്ലൂ കളറിൽ കുറച്ച് ഫെയ്ഡായി കിടക്കുന്ന അതാണ്. അതിന്റെ വലത്തേ അറ്റം നോക്കിയേ, 2 സിം കാർഡ് പോലത്തെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അതാണ് കോപ്പി ചെയ്യേണ്ട ചിഹ്നം. ഇനി അതിന്റെ വലത്തേ അറ്റത്തിൽ 3 ഡോട്ട് കാണുന്നെന്ന് വിചാരിക്കുകയാണ്. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ എഡിറ്റ് അക്കൗണ്ട് നെയിം താഴെ വന്ന് കണ്ടോ, അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് ചേഞ്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഇത് പേര് മാറ്റാൻ പോവാണ്. ഞാൻ ആറ് തിരഞ്ഞെടുത്തു. നമുക്ക് എന്ത് വേണം പേരിടാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ്. പേര് ആർദറായി. ഇതുപോലെ നിങ്ങൾക്ക് ആർക്ക് എന്ത് പേരും ഇടാം. അപ്പൊ ആ അക്കൗണ്ടിന്റെ പേര് ഇതാണ്. ഇപ്പൊ കിടക്കുന്ന പോളിഗൺ മെയിനെറ്റ് ആണ്. ഇപ്പൊ ഈ പോളിഗൺ മെയിനെറ്റ് ഇപ്പൊ നമുക്ക് നെറ്റ്വർക്ക് മാറാനുള്ള ഒരു സ്ഥിതി എന്താണ്, നമ്മൾ ആ നെറ്റ്വർക്കിൽ ടച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിലായി കാണിച്ചുകൊണ്ടിരിക്കണേ. എത്തേറിയം മെയിനെറ്റ് ഉണ്ട്, ലിനിയ ഉണ്ട്, സ്മാർട്ട് ചെയിൻ ഉണ്ട്. ബിനാൻസിന്റെ ആണത്. പോളിഗൺ ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കുറച്ച് കളർ മാറി നിൽക്കുന്നത്. BTC20 സ്മാർട്ട് ചെയിൻ നമ്മളതാണ്, അല്ലെങ്കിൽ ഷാവേ സാറിന്റെ ആണ്. ആർബിട്രേൻ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതാണ്. പൾസ് ചെയിൻ ഞാനിതൊരു വളരെ പ്രധാനമായിട്ട് കാണുന്നതാണ്. ഇത് ജർമ്മൻ ബേസ്ഡ് ബ്ലോക്ക് ചെയിൻ ആണ്. അതിപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. വലിയ ലെവലിലേക്ക് വരുന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിത് കുറെ ആക്ടിവിറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബ്ലോക്ക് ചെയിൻ മാറണോ? ഉദാഹരണത്തിന് ഇപ്പൊ പോളിഗൺ ഉള്ളതിന് തൊട്ട് മുകളിൽ സ്മാർട്ട് ചെയിൻ ഉണ്ട്. അതിലൊന്ന് തൊട്ടുള്ള ആ ബ്ലോക്ക് ചെയിൻ മാറിക്കഴിഞ്ഞു. ഇപ്പൊ നോക്കിക്കോളൂ, സ്മാർട്ട് ചെയിൻ ആയിരിക്കുമ്പോഴും എന്റെ വാലറ്റ് അഡ്രസ്സ് ആർദറിന് എഴുതിയ താഴെ അഡ്രസ് നോക്കി 0x341B പിന്നെ കുറച്ച് ഡോട്ട് ഇട്ട ശേഷം F26C എൻ്റെ ലാസ്റ്റ് 4 അക്ഷരങ്ങൾ F26C ഇതാണ്. ഇനി ഞാൻ ആ സ്മാർട്ട് ചെയിൻ മാറി പോളിഗൺ ആക്കുകയാണ്. ആ ബ്ലോക്ക് ചെയിൻ മാറുന്ന സമയത്തുള്ള വാല്യൂയുടെ വ്യത്യാസമാണ് കാണിക്കുന്നത്. എൻ്റെ ഒരു 55 മാറ്റിക്ക ഉള്ളത്. ഇപ്പൊ ഞാൻ ബിനാൻസിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്, BNB എന്ന് പറഞ്ഞ കോയിന് ഏകദേശം $600 വരെ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അത് 3000 അല്ല അത്രയും വലിയ വിലയായിട്ട് $33,000 കാണിച്ചത്. പക്ഷെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയപ്പം എൻ്റെ കയ്യിലുള്ളത് മാറ്റി 55 ആണ്. ഇപ്പൊ എല്ലാം കൂടെ എൻ്റെ വാലറ്റ് 63 ഉള്ളത് കാണിച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ എററുകൾ കാണിക്കും. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ആ ഒരു മാറി വരുന്നതിന്റെ ആ ഒരു ഡാറ്റ ഫെച്ച് ചെയ്യുന്നതിന്റെ ടൈമിംഗ് ആണ് മാറ്റം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ പോളിഗൺ ആയപ്പോഴും ആ വാലറ്റ് അഡ്രസ് സെയിം ആണ്. ലാസ്റ്റ് വാക്ക് F26C, അതായത്
F26C തന്നെയാണ്. ഇനി നമ്മളോട് ആവശ്യപ്പെട്ടതായിരിക്കണം BTC20 ആണ്. BTC20 ആക്കുന്നു. ഇതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് BTC20 ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നുകൂടെ നോക്കിയാൽ മതി. അതിനൊക്കെ നമുക്ക് യൂട്യൂബിൽ എല്ലാം ലഭ്യമാണ്. ഓക്കെ, ഇപ്പോഴും നോക്കിയേ BTC20 സ്മാർട്ട് ചെയിൻ ആയപ്പോഴും നമ്മളുടെ ആ വാലറ്റ് അഡ്രസ് സെയിം ആണ്, F26C. അപ്പം ബ്ലോക്ക് ചെയിൻ ഏതാണെങ്കിലും മെറ്റാമാസ്കിലെ വാലറ്റ് ഐഡി സെയിം ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ അഡ്രസ്സിന്റെ വലത്തേ അറ്റത്തുള്ള ആ കോപ്പി എന്നുള്ള ചിഹ്നത്തിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ താഴെ കാണിക്കുന്നുണ്ട് പബ്ലിക് അഡ്രസ് കോപ്പിഡ്. ഓക്കെ, ഇനി നമ്മൾ നേരെ വാസിലേക്ക് വരും. ഈ സെന്റർ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, അത് പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ നോക്കിയേ, അതേ വാക്കോടെ കണ്ടു, F26C. അവസാനത്തെ നാളെ നോക്കി F26C. ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഇതിൽ പർച്ചേസ് ചെയ്താൽ, ബൂമറാങ് ലൈസൻസ് പർച്ചേസ് ചെയ്താൽ $50 NFT എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ വാലറ്റിലേക്ക് കിട്ടിക്കോളും. അത് പോളിഗൺ നെറ്റ്വർക്കിലേക്ക്, പോളിഗൺ അല്ല, BTC20 ബ്ലോക്ക് ചെയിനിലേക്ക് എനിക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ബാർ, നമുക്ക് സാൻഡ്വിച്ച് പോലത്തെ ആ ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാഷ്ബോർഡ്, സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്, ഇനി അതുകൂടെ ഒന്ന് പറയട്ടെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തെറ്റ് പറ്റരുത്. ഒന്നാമത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ മൈനിങ്ങിന്റെ NFT വാങ്ങാനുള്ളതാണ്. അപ്പം തിരക്ക് കൂട്ടി അബദ്ധങ്ങൾ കാണിക്കരുത്. ഇവിടെ പോയി പർച്ചേസ് ചെയ്താൽ നിങ്ങൾ മൈനിങ്ങിന് NFT ആണ് പർച്ചേസ് ചെയ്യുന്നത്, ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അടുത്തത് ബൂമറാങ് ലൈസൻസ്. നമ്മൾ ഇത്ര നാളും പർച്ചേസ് ചെയ്തുകൊണ്ട് ഇവിടെയാണ്, പക്ഷെ അതിന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നില്ല. നമ്മൾ ഇതുവരെ പർച്ചേസ് ചെയ്തെല്ലാം ബൂമറാങ്ങിന്റെ ലൈസൻസ് പ്രീ സെയിൽ എന്നുള്ളതായിരുന്നു. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ബൂമറാങ് ലൈസൻസിന്റെ MVP ആണ്. ഇവിടെ ഒന്നാമത്തെ ബൈ, രണ്ടാമത്തെ ബൈ, ഒന്നാമത്തിന് $500, രണ്ടാമത്തിന് 1000, മൂന്നാമത്തത് 3000, 5000, 10,000, 5 തരത്തിലുള്ള ലൈസൻസ് ആണ്. ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം. അതിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അസറ്റ് എന്നുള്ള സ്ഥലത്താണ്. അതായത് ആ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ അഥവാ നമ്മുടെ സെറ്റിംഗ്സ് ബാറിൽ ക്ലിക്ക് ചെയ്യുക, അസറ്റ് എടുക്കുക. അസറ്റ് എടുത്ത ശേഷം ആ പേജ് ഒന്നാമത് കാണുന്ന ഇൻകം വാലറ്റ്. ഇൻകം വാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യുകയും ജോയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ കമ്മീഷൻ കിട്ടുന്നതാണ് ഇൻകം വാലറ്റ്. നമ്മളത് വർക്ക് ചെയ്യാത്തവർക്ക് അത് ഉണ്ടാവില്ല, മാത്രമല്ല സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് അത് ഉണ്ടാവില്ലല്ലോ. പിന്നീട് റീപർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വന്നേക്കാം. സ്റ്റാർട്ട് ലെവലിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആ പേജ് മുന്നോട്ട് കയറുമ്പോൾ ഡിപ്പോസിറ്റ് വാലറ്റ് TRC20 ഉണ്ട്, താഴെ ഡിപ്പോസിറ്റ് വാലറ്റ് BTC20 ഉണ്ട്. ഇതിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി കാണുന്ന വിചാരിക്കാണ്. രണ്ടും USDT ആണ്. ഒന്നാമത് TRC20 എന്ന് പറയുന്നത് ട്രോൺ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ്റെ ആ ബ്ലോക്ക് ചെയിനിൽ വരുന്ന USDT ആണ്. തൊട്ട് താഴത്തതോ BTC20 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു അവസരം നമുക്ക് തരുന്ന ആവേസ് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ബ്ലോക്ക് ചെയിൻ ആണ്. വാസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ, സതോഷി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ബ്ലോക്ക് ചെയിൻ ആണ് BTC20. ഇത് രണ്ടിലും USDT ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ BTC20യുടെ ബ്ലോക്ക് ചെയിനോ അതിന്റെ കോയിനുകളൊന്നും ലിസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പക്ഷെ ഒരു പക്ഷേ എനിക്ക് 1-2 മാസം കൊണ്ട് അതെല്ലാം ഇവിടെ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറും. ഈ പർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാം? USDT വാലറ്റിൽ TRC20 സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുന്ന ഏരിയയിൽ കാണുന്ന വിചാരിക്കാണ് ആദ്യം ഒരു പ്ലസ് ചിഹ്നവും രണ്ടാമതൊരു ആരമാണ്. ആദ്യം പ്ലസ് ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് വാലറ്റ് കൊടുത്തു. ഇപ്പോഴാണ് വാലറ്റ് ക്രിയേറ്റ് ആയത്. ഇനി എന്ത് ചെയ്തു? നമ്മൾ ആരോ ടച്ച് ചെയ്തു. ഇപ്പൊ നമുക്കൊരു QR കോഡ് വന്നു. ഈ QR കോഡിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കുറേ നീളത്തിന് അക്ഷരങ്ങളാണ് TKZP7FMXBU എന്ന് പറഞ്ഞിട്ട് അതൊരു 10-40 അക്ഷരമുണ്ട്. അതിന് വലത്തായിട്ട് അതൊരു മഞ്ഞ ഡോട്ട് പോലെ കാണാൻ പറ്റും. ഇത് കോപ്പി ചെയ്യുക. താഴെ കാണുന്നുണ്ട് ക്ലിപ്പ് ബോർഡ് കോപ്പി ചെയ്ത്. ഇത് QR കോഡിന് നടുക്കല്ല, മുകളിലുള്ള അക്ഷരങ്ങളുടെ വലത്തേറ്റത്. ഇപ്പോൾ കുറച്ചുകൂടി ആ മഞ്ഞ 2 സിം കാർഡ് നേരത്തെ കോപ്പി ചെയ്യുന്ന പറഞ്ഞാൽ അതേപോലത്തെ ചിഹ്നമാണ്. ആ കോപ്പി ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് കോപ്പിയായി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എവിടെ നിന്നാണോ USDT സ്വീകരിക്കുന്നത് അവർക്ക് അയച്ചു കൊടുക്കാം. ഒന്നും നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ വാങ്ങാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ അറിയുന്ന ആൾക്കാരുണ്ടാവും. പല തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. എൽ ബാങ്ക് ഉണ്ട്, കോയിൻസിറ്റ് ഉണ്ട്, കോയിൻ ബേസ് ഉണ്ട്. ഇതുവരെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബൈനാൻസ് ഉണ്ട്, ഓൺ റാമ്പ് ഉണ്ട്, പല ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി വാങ്ങാം.
അതല്ലെങ്കിൽ നമുക്കിവിടെ പുറത്തുനിന്ന് USDT വാങ്ങാനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇടുന്ന് USDT വാങ്ങാം. ആരുടെ അടുത്തു നിന്നാണോ വാങ്ങുന്നത്, ഏത് സിസ്റ്റത്തിൽ നിന്നാണോ വാങ്ങുന്നത്, ബൈനാൻസിൽ നിന്നാണ് വാങ്ങുന്നത് അവിടേക്ക്, അതല്ല നിങ്ങൾ വാസ്തവത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ അവിടേക്കാണ് ഈ അഡ്രസ് അയച്ചു കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇത് ഷാൻസാർ എന്ന വാങ്ങുന്നതായിരിക്കും. അപ്പം ഞാൻ നേരത്തെ ഷാൻസാറിന്റെ വാട്സപ്പ് എടുത്തു വെച്ചുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഞാനിപ്പോൾ കോപ്പി ചെയ്തത് നേരെ മിനിമൈസ് ചെയ്യുന്നു, ഷാൻസാറിന് അയച്ചു കൊടുക്കുകയാണ്. ഞാൻ ഷാൻസാർ സിംബോളിക്ക് പറയാണ്. അതൊരു പക്ഷേ നമ്മളിവിടെ ധാരാളം ആൾക്കാർ USD തരുന്ന ആൾക്കാർ, മജോഷ് ഉണ്ട്, ലൂയിസ് ഉണ്ട്, അല്ലെങ്കിൽ നെസ്ലെ ഉണ്ട്, നമുക്ക് ധാരാളം ആൾക്കാരുണ്ട് തരുന്നവർ. അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ നമ്മൾ ഈ വാലിഡ് ഇതൊരു അക്കൗണ്ട് നമ്പറാണ്. ഉദാഹരണത്തിന് എനിക്കൊരാൾ 1 ലക്ഷം തരാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആൾക്ക് 1 ലക്ഷം കൊടുക്കാനുണ്ട്. അയാളുടെ അക്കൗണ്ട് നമ്പർ അയച്ചു തരുന്നു, ഫെഡറൽ ബാങ്കിന്റെ. ആ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ അയാളുടെ മൊബൈൽ നമ്പറിലേക്ക് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാൾക്ക് ആ പൈസ കിട്ടും. എന്ന് പറഞ്ഞ പോലെ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വാസിലെ അക്കൗണ്ടിൽ ഫണ്ട് വരും. ഇവിടെ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. മിനിമം ഡിപ്പോസിറ്റ് എമൗണ്ട് മിനിമം 10 USDT ഈ വാലറ്റ് എത്തണം, എന്നാലേ ക്രെഡിറ്റ് ആവുള്ളൂ എഴുതിയിട്ടുണ്ട്. അതായത് ബൈനാൻസിങ് കൂടെ അയക്കുമ്പോൾ നമുക്ക് 1.2 ചിലവ് വരും. നമ്മൾ 501 എക്സാക്ട് അയക്കുന്നതെങ്കിൽ നമുക്ക് 499.8 വരുള്ളൂ. അപ്പം ഇവിടെ അത്രയും തികയത്തില്ല. ഇനി അങ്ങനെ തികയാതെ വന്നാൽ പലർക്കും സംഭവിച്ചുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, വേഗം തിരക്കിട്ട് $10 കൂടെ അയക്കും. $10 അയച്ചാൽ അവിടുന്ന് 1.2 പോയിട്ട് 8.8 വരുള്ളൂ. 8.8 ഒരിക്കലും വാസിൽ റിഫ്ലക്ട് ആവില്ല. അങ്ങനെയാണെങ്കിൽ ആ $10 നഷ്ടപ്പെടും. അപ്പോൾ ആരും മറക്കരുത്, അയക്കുമ്പോൾ നമ്മളൊരു 500 ഇടാൻ ഉദ്ദേശിക്കുന്നത് 502 ഇടുക. ഓക്കെ, 1000 ആണെങ്കിൽ 1002 മറ്റ് ഇടുക. അപ്പോൾ എപ്പോഴും കുറച്ച് കൂട്ടിയിടുക. അല്ലെങ്കിൽ നമുക്കത് അത് നാളെ പ്രായോഗികമായിട്ട് വെക്കണം. അല്ലെങ്കിൽ ഒരു $10 $25 ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യത. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്കുകൂടെ പറയുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ബൈനാൻസിൽ നിന്നാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ അഡ്രസ് കോപ്പി ചെയ്തു. അതിനുശേഷം എൻ്റെ ബൈനാൻസ് ഓപ്പൺ ചെയ്തു. ഞാൻ ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ട് ബൈനാൻസ് തന്നെ എല്ലാവരും എടുക്കണമെന്നല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പം വേറെ എനിക്ക് ബൈനാൻസ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, ബൈനാൻസിന് വേണമെന്നില്ല, നമുക്ക് അതുമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് USDT തരാൻ പുറത്ത് ധാരാളം ആൾക്കാരുണ്ട്, അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ ഫണ്ടും ഇല്ല. ഞാൻ വാലറ്റ് ക്ലിക്ക് ചെയ്തു, മുകളിൽ സ്പോട്ട് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു. എൻ്റെ ഫണ്ട് സ്പോട്ടിലാണ് ഉള്ളത്. സ്പോട്ടിലാവുമ്പോൾ ഫണ്ടിങ്ങിലാവും, എവിടെയാലും കുഴപ്പമില്ല. ഇനി ഞാൻ USDT ക്ലിക്ക് ചെയ്തു. ഇവിടെ 2 കാര്യം ചോദിച്ചത് താഴെ വിഡ്രോവൽ ആണോ ഡിപ്പോസിറ്റ് ആണോ. ഇതേ പ്രോസസ്സാണ് എൽ ബാങ്ക് ആണെങ്കിലും, യാതൊരു മാറ്റവും ഇല്ല, ആരും സംശയിക്കേണ്ട. അതായത് ബ്ലോക്ക് ചെയിനിൽ ഒരു സ്ഥലത്ത് പഠിക്കുന്ന അവസ്ഥ തന്നെയായിരിക്കും മറ്റൊന്നിലും. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ, ഒരു സ്ഥലത്ത് ഡിപ്പോസിറ്റ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് റിസീവ് എന്നായിരിക്കും. വാക്കുകൾക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു സ്ഥലത്ത് ചിലപ്പോൾ റിസീവ് എന്നായിരിക്കും, മറ്റു സ്ഥലത്ത് സെൻഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ വിഡ്രോ എന്നായിരിക്കും. വാക്കുകൾക്ക് മാത്രമേ മാറ്റുള്ളൂ, അർത്ഥങ്ങളെല്ലാം ഒന്നായിരിക്കും. ഇവിടെ നമ്മൾ ബൈനാൻസിൽ നിന്ന് വിഡ്രോ ചെയ്താലാണ് വാസിൽ വരിക. അപ്പോൾ വാസിൽ നമ്മൾ റിസീവ് ആണ് എടുത്തത്, ബൈനാൻസിൽ വിഡ്രോവലാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കത്തയക്കുന്നു, ഞാൻ കൽക്കട്ടയിലുള്ള എൻ്റെ കസിന് കത്തയക്കുന്നെങ്കിൽ കൽക്കട്ടയിലുള്ള ആളുടെ അഡ്രസ്സ് ഞാൻ എന്ത് ഫ്രണ്ട് പേജിൽ എഴുതും. അപ്പോൾ അതാണ് റിസീവ് അഡ്രസ്സ്. ആ റിസീവ് അഡ്രസ്സാണ് നമ്മൾ എഴുതേണ്ടത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. എങ്ങനെയാണ് അയക്കുന്നത് വെച്ചു, സെൻഡ് വയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് സെലക്ട്, ഒന്നാമത്തത്. ഓക്കെ, ഇവിടെ അഡ്രസ്സ് വെച്ചു. ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോഴത് 2 തവണ ചെക്ക് ചെയ്യണം, കാരണം ഇതിനിടയ്ക്ക് എററുകൾ വരാം. കാരണം ഹാക്കേഴ്സ് ഇവിടെയൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ അങ്ങനെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിനിടയ്ക്ക് അക്ഷരങ്ങൾ മാറും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുക. ഇവിടെ സ്റ്റാർട്ട് TKZP7FM. ഓക്കെ, ഇത് തന്നെയാണോ നമ്മൾ അവിടെ കോപ്പി ചെയ്ത് നോക്കാം. TKZPF. ഓക്കെ, അത് തന്നെയാണ്. അവസാനം EN ആണ്. അതെ, EN ആണ് ലാസ്റ്റ് തന്നെ. നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നെറ്റ്വർക്ക് ചോദിച്ചു. ഇത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും ആവർത്തി പറയുന്നത്, നെറ്റ്വർക്കിന്റെ കാര്യങ്ങൾ മാറിയാൽ ഒരിക്കലും പേയ്മെന്റ് എവിടെയും കിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോകും, ആർക്കും തിരിച്ചെടുത്ത് തരാൻ പറ്റില്ല. നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് ചോദിച്ചു, ട്രോൺ ബ്ലോക്ക് ചെയിൻ സെലക്ട് ചെയ്തു. ഈ എമൗണ്ട് എത്രയാണ് ചോദിച്ചു. എൻ്റെ 100 ഉള്ളു, അതുകൊണ്ട് ഞാനത് കാണിക്കുകയാണ്. നമുക്ക് വേണ്ടത് 502 ആണ് വേണ്ടത് മിനിമം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ 100 ഉള്ളതുകൊണ്ട് ഞാൻ 100 അടിച്ചു. ഇത് നിങ്ങൾ നോക്കി, ഇവിടെ എത്ര അവിടെ എത്തുന്നു കാണിച്ചു, 99. ഗ്യാസ് ഫീ അവർ കുറച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ സംഭവിക്കുമ്പം നമുക്ക് 1.2% പോകുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്ര ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന്
70 കൊടുക്കാം. 69 കിട്ടുമെന്ന് കാണിച്ചു. വീണ്ടും ഞാൻ കൺഫേം കൊടുത്തു. നോർമലി പല ആൾക്കാരും ചെയ്തു വെച്ചിരിക്കുന്നത് ഇമെയിൽ വെരിഫിക്കേഷനും അതുപോലെ മൊബൈലിൽ SMS വരും. ആ രണ്ട് പ്രോസസ് ആയിരിക്കും. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് പാസ് കീ ആണ്. ഇനി ഞാൻ മുന്നോട്ട് പോയാൽ നമ്മൾ എൻ്റെ പാസ് കീ ഉദ്ദേശിക്കുന്നതിൻ്റെ ഫിംഗർ പ്രിന്റ് ആണ്. ഫിംഗർ പ്രിന്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക് ഫണ്ട് ഇവിടുന്ന് പോകും. ഞാൻ അതിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ് ഇത് ചെയ്തത്. ഓക്കെ, ഇവിടുന്ന് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ അത് ഒന്നെങ്കിൽ മൊബൈൽ OTP-യും ഇമെയിൽ വെരിഫിക്കേഷൻ ആണെങ്കിൽ അത് രണ്ടും ഞാൻ കൊടുക്കുക, അതല്ല ഫിംഗർ ആണെങ്കിൽ അത് കൊടുക്കാം. ഇനി ചില ആൾക്കാർ നമ്മൾ പിന്ന് സെറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാർ നമുക്ക് ബൈനാൻസിൽ 8 തരത്തിൽ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഇൻഡിക്കേഷൻ ചെയ്യാം, പിന്ന് ശരി, അത് നമുക്ക് ATM-ലൊക്കെ ചെയ്യുന്ന പോലെ പിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് ബൈനാൻസ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ അത് ബൈനാൻസ് ലഭ്യമല്ല. ഓക്കെ, അപ്പം ഞാൻ ഫിംഗർ ആണ് കൊടുത്തത്. ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്താൽ അത് അങ്ങോട്ട് പോയിക്കോളും. ഞാനത് പ്രോസസ്സോടെ നിർത്താം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാസിലേക്ക് ഈ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ ഫണ്ട് ഇവിടെ വന്നോ എന്നോ ചെക്ക് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പോസിറ്റ് റൈറ്റ്സുകൾ ഇൻഡ് ക്ലോസ് ചെയ്ത ശേഷം ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ 0 USD എന്നാണ്. അത് നമുക്ക് 0 USD മാറിയിട്ട് എത്രയാണോ അയച്ചത്, ഇപ്പം 502 ആണെങ്കിൽ 500.9 501 എത്രയാണോ ആ ട്രാൻസാക്ഷൻ ഫീസ് എല്ലാം കഴിഞ്ഞിട്ട് വരും. ഇനി ഇവിടെ ഒരു പ്രോസസ്സർ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇവിടെ SUSD ആയിട്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവും. ഇവിടെ കാണുന്നുണ്ട് തൊട്ട് താഴെ SUSD. അത് ഇവരുടെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന SUSD ആണ്. നമുക്ക് അതിന് അടുത്ത സ്റ്റെപ്പിൽ പോകുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 500 എങ്കിലും മിനിമം വന്നിരിക്കണം. അത് വന്നാലാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. 500-ൽ കുറവാണ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത പ്രോസസ്സ് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ 3 വരെ ടച്ച് ചെയ്തു. നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന ബൂമറാങ് ലൈസൻസ് MVP. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബൂമറാങ് ലൈസൻസ് MVP ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തു. സബ്സ്ക്രിപ്ഷൻ ആകരുത്, ഞാൻ വീണ്ടും പറയാൻ, അങ്ങനെ പോയാൽ നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നില്ലാതെ മൈനിങ്ങിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 200x ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ വർക്ക് തീരാത്തത് കൊണ്ടാണ് നമ്മൾ $500 പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് $1,00,000 കിട്ടുമെന്ന് കാണിച്ചു. ഇവിടെ നിങ്ങൾ നോക്കിയേ, 500 വേണം. ഒന്നാമത്തെ പേയ്മെന്റ് മെത്തേഡ് ഇൻകം വാലറ്റ്. അത് നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്ത് കമ്മീഷൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞു, അതില്ല. രണ്ടാമത്തെ ഡിപ്പോസിറ്റ് വാലറ്റ്, ബാലൻസ് 000 SUSD ആണ്. അതായത് നമ്മൾ അവിടുന്ന് TRC20 USDT ആണ് അയച്ചതെങ്കിലും ഇവിടെ ഇതിനൊരു കൺവേർഷൻ നടത്തിയിട്ട് SUSD ആക്കണം. അതിനർത്ഥം നമുക്ക് ഇവിടെ കൺവേർഷൻ ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മൾ ബൈനാൻസിന് അയക്കുമ്പോൾ $1 പോകുന്നുവെങ്കിൽ ഇവിടെ ഒരു $0.3 നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് SUSD ആക്കുമ്പോൾ പോകും. അതിനർത്ഥം ഇവരുടെ സ്റ്റേബിൾ കറൻസിയാണ്. അത് നമ്മുടെ കവേസാറിന്റെ ബ്ലോക്ക് ചെയിനിലെ സ്റ്റേബിൾ കറൻസിയാണ് SUSD. അപ്പോൾ അതായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പർച്ചേസ്. ഉദാഹരണത്തിന് $500 നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡിപ്പോസിറ്റ് വാലറ്റിലാണ് വരിക. അവിടെ ആ രണ്ടാമത്തെ വെള്ള ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു മഞ്ഞ കളർ കാണാൻ വരുന്നുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ മെറ്റാമാസ്കിൽ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ വീണ്ടും പ്ലേസ് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് പേജിൽ ഡാഷ്ബോർഡിൽ പ്ലേസ് ചെയ്ത് അതേ അഡ്രസ്സ് ഇവിടെ പ്ലേസ് ചെയ്യണം. അവസാനം ഉണ്ടായിരുന്ന അച്ഛൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കാണ് F26C. മാറിപ്പോയി എന്തുകൊണ്ടെന്ന് ഓർമ്മയുണ്ടാവും. ഏതാണ് എന്ന് ലാസ്റ്റ് EN ആണ്. അതേതായിരുന്നു, നമ്മൾ USDT കൊണ്ടുവരാൻ വേണ്ടി കോപ്പി ചെയ്ത അഡ്രസ്സാണ്. അത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തു. മെറ്റാമാസ്ക് എപ്പോഴും ഓപ്പണായി വരും, ചെറിയൊരു താമസം കൂടുതലുണ്ട്. പൊതുവെ കുറച്ച് സ്ലോ ആണ് ഈ ഒരു ആപ്പ്. ഓൾമോസ്റ്റ് 8 വർഷം മുമ്പുള്ള ഒരു ആപ്പാണ്. സെക്യൂരിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ BTC20 സ്മാർട്ട് ചെയിൻ എന്നുള്ളതിന് താഴെ വാലറ്റിന്റെ പേര് ആർദ്രാണ്. അതിന് തൊട്ട് താഴെ ഞാൻ അഡ്രസ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. F26C ലാസ്റ്റ് വാക്കാണ് ഞാൻ പറയുന്നത്. തുടക്കം OX341 ലാസ്റ്റ് F26C ആണ്. അത് ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ലാസ്റ്റ് കാണാം F26C. ഇനി ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ നേരത്തെ കൊടുത്ത ABCD @123. ഇനി എന്ത് ചെയ്യണം, ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കണം. ഇനി നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകില്ല, ഇൻസഫിഷ്യന്റ് ബാലൻസ് എഴുതി കാണിക്കും. പക്ഷെ ഇവിടെ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത്
നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒരു OTP മെയിലിലേക്ക് പോകും. ആ OTP ഇവിടെ പ്ലേസ് ചെയ്യാവുന്ന സ്ഥലം വരും. അത് പ്ലേസ് ചെയ്യുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ OTP അവിടെ കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ലൈസൻസ് പർച്ചേസ് പൂർത്തിയായി. ഇനി ഇതിന് ശേഷം നമ്മൾ പോകേണ്ടത് നേരെ മെറ്റമാസ്ക്. അപ്പം ലൈസൻസ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എല്ലാം വാസിലാണ്. ഇത് വൺ ടൈം പ്രോസസ്സാണ്. ഇനി നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെറ്റമാസ്കിലാണ്. ഇവിടെ ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബ്ലോക്ക് ചെയിനുകളുണ്ട്. നാളെ വേറെ പ്രോഗ്രാം നമുക്ക് ചിലപ്പം പങ്കെടുക്കേണ്ടി വരും. ഇതിൻ്റെ അകത്ത് എത്തേറിയം ഉണ്ട്, ലിനിയോ ഉണ്ട്, സ്മാർട്ട് ചെയിൻ ഉണ്ട്, പോളിഗൺ, BTC20, ആർബിട്രം, പക്ഷേ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. വേണമെങ്കിൽ ആഡ് നെറ്റ്വർക്ക് കൊടുത്താൽ എനിക്ക് എന്ത് ചെയ്യാം, കൂടുതൽ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറെ കാണുന്നുണ്ട്. അവലാഞ്ച ഉണ്ട്, ഫാൻഡം ഉണ്ട്, ഹാർമണി ഉണ്ട്, ഒപ്റ്റിമൈസ് ഉണ്ട്, ഫാം ഉണ്ട്, പലതുണ്ട്. ഇതും അല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയിലൂടെ കൊണ്ടുവരാം. നമുക്കിവിടെ ബ്രൗസറിൽ സെർച്ച് ചെയ്തിട്ടും കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് ചെയിൻ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ട്രേഡ് മറ്റു കാര്യങ്ങളും ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോളിഗൺ നെറ്റ്വർക്കിൽ. അപ്പോൾ നമുക്ക് അതിൽ മാറാം. വീണ്ടും ശ്രദ്ധിക്കുക, നെറ്റ്വർക്ക് മാറാനുള്ള പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി ആഡ് ചെയ്ത ഒരാളാണെങ്കിൽ അതിൽ നിന്ന് തൊട്ടാൽ മതി, പരിപാടി കഴിയും. പോളിഗൺ ടച്ച് ചെയ്തു, ഇപ്പം നമുക്ക് നോക്കാം. ഒരു നിമിഷം കൊണ്ട് അത് മാറിയിട്ട് പോളിഗൺ നെറ്റായി മാറി. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷനിൽ ഫോൺ ആയതുകൊണ്ടാണ് കുറച്ച് സ്ലോവായിരിക്കുന്നത്. ഇവിടെ എനിക്ക് 55 മാറ്റിക് ഉണ്ട്. ഇത് നമ്മുടെ പോളിഗൺ നെറ്റ്വർക്കിന്റെ നേറ്റീവ് കറൻസിയാണ് മാറ്റിക്. അപ്പം $38 കാണിക്കുന്നുണ്ട്. ഇനി പോളിഗൺ നെറ്റ്വർക്കിൽ ഞാൻ ട്രേഡ് ചെയ്തപ്പോൾ കുറെ കോയിനുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഡായി എന്ന് പറഞ്ഞ കോയിൻ 5.6 ഉണ്ട്, സ്റ്റെയിൻലിംഗ് എന്ന് പറയുന്നത് 5.51 ഉണ്ട്, റാപ്പിഡ് മാറ്റിക് 9.21 ഉണ്ട്, ഫെദർ 4.7 ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് $63 അസറ്റ് ഇപ്പം എനിക്ക് വാലറ്റിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണക്ട് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ബ്രൗസർ എടുക്കുക. താഴെ 4ാമത്തെ ആ ബട്ടണാണ്. അതിൽ താഴെ ഇപ്പം നമുക്ക് കാണുന്നത് 5 ബട്ടൺ ഉണ്ട്. 1ാമത്തതും 3ാമത്തതും ബ്ലൂ കളറാണ്, ബാക്കി 3 ഒരു ഫെയ്ഡായി കിടക്കണം. അതിൽ നമ്മൾ എന്ത് ചെയ്യും, 4ാമത്തിൽ ടച്ച് ചെയ്യുന്ന കണ്ണിന്റെ പോലത്തെ ചിഹ്നം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ കാണിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിസ്കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പുതിയൊരാൾ ചെയ്യുമ്പോൾ എങ്ങനെ കാണുമെന്ന് കാണാം. ഓക്കെ, പുതിയൊരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പേജ് വരും. അത് ഇത്തരത്തിലായിരിക്കും. ഇത്തരത്തിലുള്ള പേജാണ് വരിക. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട സെർച്ച് എന്നുള്ള സ്ഥലത്ത്, അത് ആ മെറ്റമാസ്ക് എന്ന് എഴുതി അതിന് മുകളിൽ ചെന്നാട് ചിഹ്നമുണ്ട്, തൊട്ട് താഴെ സെർച്ച് എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ആപ്പ് ഒരു ഹാഷ് പിന്നീട് ബൂമറാങ്. ശ്രദ്ധിക്കുക, ആപ്പ് കഴിഞ്ഞിട്ട് ആഷാണ്, ബൂമറാങ് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട്, പിന്നെ ട്രേഡാണ്. ഇതിടയ്ക്കൊന്നും ഗ്യാപ്പ് വരരുത്, അക്ഷരങ്ങൾ തെറ്റരുത്. അതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ഒരാൾ അയച്ചു തന്നത് BOOMAR ആണ്. നമ്മൾ ബൂമറാങ് എന്ന് പറയുന്ന MERANG എന്ന് പറയുന്ന ഒരു ഡൊമൈൻ യൂസ് ചെയ്താലേ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും അഡ്രസ്സ് സെർച്ച് ചെയ്തിട്ട് എൻ്റെ പൈസ കാണുന്നില്ല, നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ കഴിഞ്ഞ 4 മാസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബൂമറാങ്ങിന്റെ സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും, ഈ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാർക്കും അതിന്റെ ലിങ്ക് ഞാൻ പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ട്. 600 പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ 600 പേർക്കും മെസ്സേജ് അയക്കാൻ കഷ്ടപ്പാടില്ലാത്തിട്ടല്ല, വീണ്ടും അത് അയച്ചു തന്ന സാധനം തെറ്റിച്ച് നോക്കിയിട്ട് എന്നോട് അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അയച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ ഈ അക്ഷരങ്ങൾ താഴെ
ടൈപ്പ് ചെയ്യുന്ന ബട്ടണിന്റെ താഴെ റൈറ്റ് ഒരു ഗോ എന്നുള്ള ഇതുണ്ട്. ചില ആൾക്കാരുടെ ഫോണിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഒരു ആരോ ആയിരിക്കാം, അതിൽ കളർ മാറി കിടപ്പുണ്ടാവും. ഇവിടെ ബാക്കിയെല്ലാം കുറച്ച് ഡാർക്ക് അക്ഷരങ്ങളാണെങ്കിൽ ഗോ മാത്രം ബ്ലൂ ആണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വേറൊരു കളറിലായിരിക്കും ഒരു ആരോയോ തിരിഞ്ഞുള്ള ആരോയോ ഒക്കെ ഉണ്ടാവും. അവിടെ ടച്ച് ചെയ്യുക. ഇനി നമ്മളത് കണക്ട് ചെയ്യാൻ പറയും. ഇപ്പോഴാണ് ഈ അക്കൗണ്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് കൊടുക്കുക. ഇപ്പോൾ കാണാം ആർദ്രം എന്നുള്ള അക്കൗണ്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇനി ട്രേഡ് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ സെലക്ട്, ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് എന്നുള്ള സ്ഥലത്ത് ഞാൻ ഏത് കോയിനാണോ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ ആ 3 ലൈന് ഇവിടെ നമ്മൾ അതിന്റെ സെറ്റിംഗ്സ് ബട്ടൺ ആണ്, അതിൽ ടച്ച് ചെയ്തു. മൂന്നാമത്തെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തു. ഇവിടെ ആവേ WTS ആണെങ്കിൽ 0.44%. തൊട്ട് താഴെ മാറ്റിക്ക് മാറ്റിക്ക് മാക്രക്സ് അതിന് 0.66, USDC WTH 0.96. ഇങ്ങനെ ഓരോന്നിനും എത്ര പ്രോഫിറ്റ് പെർസെന്റ് കിട്ടുമെന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ കാണിക്കുന്നതിൽ WTH ICH അത് പോയി. ആ ഇടയ്ക്ക് നമ്മൾ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അത് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. 3. ഓക്കെ, USDC WTH 0.96 എന്ന് പറഞ്ഞ പെർസെന്റ് കാണും. ഓക്കെ, ആപ്പ് സെലക്ട് ചെയ്തു. സെലക്ട് എന്നുള്ള സ്ഥലത്ത് USDC സെലക്ട് ചെയ്തു. ഇനി എൻ്റർ ക്വാണ്ടിറ്റി നമുക്ക് 500 1000 അടിക്കാം. ഞാൻ 1000 എന്ന് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഫണ്ടില്ല, ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, ഇനി തൊട്ട് താഴെ സെലക്ട് ചെയ്യുക. അതായത് സ്വാപ്പ് എന്നുള്ളതിന് താഴെ ഓൾറെഡി ഞാൻ മുകളിൽ സെലക്ട് ചെയ്തുകൊണ്ട് അതവിടെ വന്നിട്ടുണ്ട്. USDC താഴത്തതിൽ സെലക്ട് എന്നുള്ള സ്ഥലത്ത് WTH അതാണ് നമുക്ക് അവിടെ കണ്ട ഓപ്പർച്യൂണിറ്റി. ഇവിടെ കാണിക്കാത്തതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിന്റെ വർക്ക് തീരാത്തതുകൊണ്ടായിരിക്കും എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഏരിയ കാണിക്കുന്നില്ല. അപ്പം നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. അതിനുശേഷം നമുക്ക് അതിന്റെ എമൗണ്ട് നോക്കി എന്ത് ചെയ്യാം? കൺഫേം കൊടുക്കാം. ഒരിക്കൽ കൂടെ കൺഫർമേഷൻ ചോദിക്കും. രണ്ടാമത്തെ കൺഫർമേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഗ്യാസ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും ട്രേഡ്. ഇത്രയാണ് പ്രോസസ്സ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇപ്പോൾ ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് പോളിഗൺ സ്കാനിലാണ്. അപ്പം നമ്മളൊക്കെ പലതവണ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ആ പ്രോസസ്സ് നമ്മൾ ഇതിന് മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ ഗ്യാസ് ഫീ ചോദിച്ചു, ഗ്യാസ് ഫീ കൊടുക്കുക. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഇവിടെ ഇപ്പോൾ 1.8 ഗ്യാസ് ഫീ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഗ്യാസ് ഫീ കുറയ്ക്കണമെങ്കിൽ ആ 1.8 ഗ്യാസ് ഫീ വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളോട് ഗ്യാസ് ഫീ എഡിറ്റ് ചെയ്യാൻ പറയും. ആ താഴെ എഡിറ്റ് എന്നുള്ള സ്ഥലത്ത് കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോ ആണോ ഗ്യാസ് ഫീ ഏതാണ്, കൂടുതലാണോ കുറവാണോ നമ്മൾ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് ചോദിക്കുന്നു. അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിനേക്കാൾ കുറച്ച് വേണമെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഏകദേശം ഗ്യാസ് ഫീ ഏറ്റവും ലിമിറ്റ് ഏറ്റവും കുറച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, സേവ് ചെയ്തു. നമുക്ക് സബ്മിറ്റ് ചെയ്ത് പോകും. ഇപ്പം നമ്മളിപ്പോൾ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഫീ നഷ്ടപ്പെടുന്നത് ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പുറകിലോട്ട് വരുന്നത് നമുക്ക് ട്രേഡ് ചെയ്തപ്പോൾ പലതരത്തിലുള്ള കോയിനുകൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതുപോലെ. അപ്പം ഞാൻ അതിനെ USDT ആക്കാൻ പോകാറ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് 4.72 ആണ്. നമുക്ക് കോയിനെ സ്വാപ്പ് ചെയ്ത് USDT ആക്കാം. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലോ അതല്ല
നമുക്ക് മെറ്റാമാസ്കിൽ നിന്ന് എൽ ബാങ്കിലേക്കോ അതല്ലെങ്കിൽ വേറെ ബൈനാൻസോ കൊണ്ടുവരാൻ പോലത്തെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് TRC20 ആക്കി നമുക്ക് വാസിലേക്ക് തിരിച്ചു കൊണ്ടുപോയി നമുക്ക് ലൈസൻസ് റിന്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് USDT ആക്കാം. ഇവിടെ ഇപ്പം എൻ്റെ ഉള്ളത് USDT എന്നുള്ളത് തുക 4.72 എൻ്റെ ഇപ്പോൾ റാപ്പിഡ് മാറ്റിക്കുക എന്ന് പറയുന്ന പോയിന്റ് 9.2 അത്രയും എമൗണ്ടിനുള്ളതുണ്ട്. ഞാൻ അതിന് USDT ആക്കാൻ പോവാം. ഞാനത് റാപ്പിഡ് മാറ്റി നിങ്ങൾ നോക്കിയുള്ളൂ 9.2 താഴെ USDT എന്നുള്ളത് ടെതർ എന്നുള്ളത് 4.72. ഞാൻ റാപ്പിഡ് മാറ്റിങ്ങിന് 9.2 ഉള്ളതിനെ 4.72 USDT കൺവേർട്ട് ചെയ്തു. അപ്പോൾ റാപ്പിഡ് മാറ്റി ടെസ്റ്റ് ചെയ്തു. ഇവിടെ ഇപ്പം 3 ഓപ്ലിക്കേഷനാണ് കാര്യങ്ങളാണ്. ഒന്ന് സ്വാപ്പ്, മറ്റൊന്ന് റിസീവ് സെൻഡ്. റാപ്പിഡ് മാറ്റി റിസീവ് ചെയ്യണമെങ്കിൽ റിസീവ് അഡ്രസ് എടുക്കാം. ഇതേ കോയിനാണ് അയച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യണേ, സ്വാപ്പ് ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ ബ്ലൂ കളർ ഉള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ചെയ്യാൻ പോകുന്നത് റാപ്പിഡ് മാറ്റിക്കിനെ ഞാൻ USDT ആക്കി മാറ്റും. ഇവിടെ ചോദ്യം ഇതാണ്, റാപ്പിഡ് മാറ്റി 0 എന്ന് കാണിച്ചിട്ടുണ്ട്. ഏത് ബ്ലോക്ക് ചെയിൻ അല്ല ഏത് വാലറ്റിൽ നിന്നാണ് കാണിച്ചു. എൻ്റെ വാലറ്റ് ഏതാണ്? F26C മുകളിൽ കാണുന്നുണ്ട്. എൻ്റെ വാലറ്റിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു എമൗണ്ടാണ് മാറ്റുന്നത് ചോദിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ 1000 2000 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉദാഹരണത്തിന് ആൾക്ക് നമ്മൾ $500 വിൽക്കാൻ പോകണം അല്ലെങ്കിൽ $100 വിൽക്കാൻ പോകണം, അത് മാത്രം ചെയ്യാം. ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം എൻ്റെ മുഴുവൻ ഞാൻ അയക്കാം, കാരണം ഇതിൽ ആകെ 13 ഉള്ളൂ. ഇപ്പം ഞാൻ ഏതിലേക്ക് സെലക്ട് ചെയ്യണേ, തൊട്ട് താഴെ സെലക്ട് എ ടോക്കൺ അത് ചെയ്തു. ഞാൻ USDT ടൈപ്പ് ചെയ്ത് കൊടുക്കണം. USDT ഇതിൽ ഒന്നാമത് വന്നത് 4.72 ഉണ്ടെന്ന് പറഞ്ഞ് USDT വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു. ഓക്കെ, ഈ താഴെ റൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗെറ്റ് കോഡ്സ് ഒരു ബ്ലൂ കളർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ സമയത്ത് അത് കൊടുത്താൽ എത്ര കിട്ടും എന്നുള്ള ഒരു ഗെറ്റ് കോഡ്സ്, അത് നമുക്ക് അതിന്റെ കൊട്ടേഷൻ നോക്കുകയാണെന്ന് തന്നെ പറയാം. ഗെറ്റ് കോഡ്സിന്റെ ഓപ്പർച്യൂണിറ്റി സെറ്റ് ചെയ്യാം. മാർക്കറ്റിൽ അവസരം അവർ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ചു നമുക്ക് 9.12 ഉണ്ട്. ഇതിനത്ര ഗ്യാസ്, അതായത് ഒരു ബ്ലോക്ക് ചെയിൻ തന്നെയാണെങ്കിൽ പോലും നമ്മളിവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ അല്ലെ ഡീസെൻട്രലൈസ് വാലറ്റിൽ നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഒക്കെ ഫീസ് വേണം. അതായത് പൈസ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇതിനെ 9.12 കൺവേർട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ അതിന് ഗ്യാസ് ഫീ 0.00432 മാറ്റിംഗ് വേണം എന്നോട് എഴുതി കാണിച്ചു. ഇനി അതിന്റെ താഴെ ഞാൻ ഒരു ബ്ലൂ കളർ കാണുന്നുണ്ട്. ആ ബ്ലൂ കളറിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോട്ട് കാണാം, വെള്ള ഡോട്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നീക്കി വെക്കുക. അതാണ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ, സ്വൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി ഞാൻ ടച്ച് ചെയ്യാണ്. അവിടെ ആ വെള്ള ഡോട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഞാൻ വെള്ള ഡോട്ട് ടച്ച് ചെയ്തു. ഇനി ഞാൻ റൈറ്റ് സൈഡിലേക്ക് നീക്കി വെച്ചു. അതൊരു ഗ്രീൻ കളറായി. ഇപ്പം നമുക്ക് 2-3 മെസ്സേജ് വരും. അതൊരു വെയിറ്റ് ചെയ്യണം, ആരും പെട്ടെന്ന് ഓടരുത്. ബ്ലോക്ക് ചെയിൻ എപ്പോഴും പ്രോസസ് ആണെന്ന് തീരാൻ ചെറിയ സമയം എടുക്കും. ഇവിടെ പറഞ്ഞു പെൻഡിങ് സ്വാപ്പാണ്. ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രോസസ്. അപ്പം നമ്മൾ സ്വാപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് ഒരു കോയിന് മറ്റൊരു കോയിൻ ആക്കണമെങ്കിൽ ഏത് കോയിനാണ് സ്വൈപ്പ് ചെയ്യുന്നത് അവിടെ ടച്ച് ചെയ്യുക, താഴെ സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം എത്രയാണ് എമൗണ്ട് എന്നുള്ള ടൈപ്പ് ചെയ്യുക, ഏതാണ് കോയിൻ സെലക്ട് ചെയ്യുക. മാറ്റിക്കാണ്, മാറ്റി സെലക്ട് ചെയ്തു. നമ്മൾ ഗെറ്റ് കോഡ്സ് കൊടുത്തു. ഗെറ്റിംഗ് കോഡ്സ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഗ്യാസ് ഫീ കൊടുത്തു. ട്രാൻസാക്ഷൻ സബ്മിറ്റഡ് ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രോസസ്. ഇതാണ് ഓക്കെ. ഇനി അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്ത് ബൈനാൻസിലേക്ക് കൊണ്ടുപോകണം. ബൈനാൻസ് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഞാനത് കൂടുതൽ യൂസ് ചെയ്ത് എനിക്കത് എന്താണ് വളരെ ഫെമിലിയർ ആയതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ബൈനാൻസ് തന്നെ വേണമെന്നല്ല അർത്ഥം. നിങ്ങൾക്ക് എന്ത് വേണം ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ തന്നെ ബൈനാൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ബൈനാൻസിലേക്ക് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ എനിക്ക് എൽ ബാങ്ക്, ഇപ്പം ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്
എൽ ബാങ്ക് ഇതുപോലത്തെ തന്നെ സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൽ ബാങ്ക് ആവട്ടെ, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പം ഇത് തന്നെ വേണമെന്നില്ല. ഇപ്പം നിങ്ങൾക്കിപ്പം ഫാസ്റ്റ്ട്രാക്സ് ഉപയോഗിച്ച് പരിചയമുള്ള അത് ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കോയിൻ പാർക്ക് പറഞ്ഞ ഒരാൾ, നമ്മുടെ അയ്യൂബ് പാലക്കാട് നിന്ന്, നല്ല ഫെസിലിറ്റി പറഞ്ഞു. ഞാനിതൊരു നോക്കിയിട്ടില്ല, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് INR ആയിട്ട് വിഡ്രോൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. എൽ ബാങ്കിൽ നിന്ന് INR വിഡ്രോൽ ഇല്ല. അങ്ങനെ നമുക്ക് കോയിൻ പാർക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അയ്യൂബിനെ കൊണ്ട് അത് എന്താണ് അതിന്റെ ഓപ്പറേഷൻസ് നമുക്കൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എനിക്ക് ഉപയോഗിച്ച് പരിചയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ബൈനാൻസ് പറയുന്നത്. അല്ലാതെ ബൈനാൻസ് തന്നെ നിങ്ങളും എല്ലാവരും ചെയ്യണം എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് ഏതാണോ സുഖകരമായിട്ട് തോന്നുന്നത് അത് ഏത് സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മളിവിടെ ബൈനാൻസ് എടുത്തു. ഇനി നമ്മൾ ഡിപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ കുറച്ച് USDT ഉള്ളത് കൊണ്ടാണ് ഇവിടെ USDT ടച്ച് ചെയ്താൽ മതി. അതല്ല, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും USDT സെലക്ട് ചെയ്യാം. ഇപ്പം അത് പറയുന്നില്ല. ഞാൻ USDT ഡയറക്റ്റ് സെലക്ട് ചെയ്യാണ്. USDT ഡയറക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡിപ്പോസിറ്റ്. നേരത്തെ നമ്മൾ വിഡ്രോ ആയിരുന്നു, ഇവിടെ നമ്മൾ ഡിപ്പോസിറ്റ് ആണ്. അപ്പം മെറ്റാമാസ്കിൽ നിന്ന് നമ്മൾ ബൈനാൻസിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇപ്പം ഡിപ്പോസിറ്റ് എടുത്തു. ഏതാ ബ്ലോക്ക് ചെയിൻ ചോദിച്ചു. നമ്മൾ ഏത് ബ്ലോക്ക് ചെയിൻ ആണ് ട്രേഡ് ചെയ്യുന്നത്? പോളിഗൺ ആണ്. അപ്പോൾ പോളിഗൺ സെലക്ട് ചെയ്തു. നോക്കിയാൽ പോളിഗൺ അഡ്രസ് ഇവിടെ കിട്ടി. ലാസ്റ്റ് ECO അല്ല 0DDE. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. കോപ്പി ആയി. ഇവിടെ നോക്കൂ, 90.26 ബാലൻസ് ഉള്ളത്. എൻ്റെ കയ്യിലുള്ള USDT എന്ന് പറഞ്ഞാൽ 4.72 ആണ്. നേരത്തെ കൺവേർട്ട് ആയിട്ടില്ല. ഞാൻ സെൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. എൻ്റെ ഫോണിൽ ഇഷ്യൂ കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രോസസ്സ് കാണാൻ പറ്റുമല്ലോ. ഇവിടെ റിസീവ് സെൻഡ്, അതിൽ സെൻഡ് എടുത്തു. അത് അയക്കുക. ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സോടെ പ്ലേസ് ചെയ്തു. ലാസ്റ്റ് നോക്കൂ, DODDE ശരിയാണ്, അത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തു. എത്ര എമൗണ്ട് വെച്ചു? യൂസ് മാക്സിമം കൊടുത്തു. നേരത്തെ നമ്മൾ ടോക്കൺ സ്വൈപ്പ് ചെയ്യുന്നതിന് എന്ത് ചെയ്തു? താഴെ വേറെ ടോക്കൺ സെലക്ട് ചെയ്തു. ഇവിടെ പകരം എന്ത് ചെയ്തേ? നമ്മൾ എങ്ങോട്ട് അയക്കണേ അതാണ് ചെയ്തത്. യൂസ് മാക്സിമം കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. അതിന് എത്ര ഗ്യാസ് ഫീ വരുന്നവരെ കാണിക്കും. അയക്കണമെങ്കിലും ഗ്യാസ് ഫീ വരും. ഒരു $50-100 ഉള്ളപ്പോഴാണ് അയക്കേണ്ടത്. $4-5 അയച്ചാൽ നമുക്ക് ഗ്യാസ് ഫീ കൂടുതൽ വരും, നഷ്ടമാണ്. ഓക്കെ, ഞാൻ സെൻഡ് കൊടുത്തു. ഇപ്പോൾ ട്രാൻസാക്ഷൻ പിന്നീട് കാണിച്ചിട്ടുണ്ട്, നോക്കാം. ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇത് നിങ്ങൾ പലരും ചോദിച്ച കാര്യങ്ങളാണ്. അത് എങ്ങനെയാണ് വേറൊരു ഫോണിൽ ഉപയോഗിക്കുക? അതല്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർക്ക് കുറേ സംശയമുള്ളത്, എൻ്റെ ഫോണിൽ തന്നെ എനിക്ക് പല അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? എന്നോട് പറഞ്ഞു, എനിക്ക് ഭാര്യയുടെ പേരിലൊരു ഭാര്യയുടെ ഫോണിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു ഫോണിൽ തന്നെ എത്ര അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പോളിഗൺ മെയിനത്തിൽ നിന്ന് കാണുന്ന താഴെ എൻ്റെ വാലറ്റിന് ഞാൻ പേരിട്ടിരിക്കുന്നു ആർദ്രാണ്. നോക്കിക്കോളൂ, കാണാമല്ലോ. ഞാൻ അവിടെ ടച്ച് ചെയ്യുന്നു. എത്ര അക്കൗണ്ട് ഉണ്ട് നോക്കൂ. ഇവിടെ ഒന്നാമത് ബൂമറാങ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് 2 ടെസ്റ്റ്, ഓക്കെ, വിന്നേഴ്സ്, അക്കൗണ്ട് 5 കുളിർമ, ആർദ്ര, ഹോണസ്റ്റ്, അക്കൗണ്ട് 9. ഞാൻ നിരവധി അക്കൗണ്ട് ഈ ഫോണിൽ തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? ഏത് ഇഷ്ടമുള്ള അക്കൗണ്ട് മാറി മാറി ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു ഫോണിൽ തന്നെ ഒന്നിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്ത അക്കൗണ്ടിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് നേരത്തെ പോലെ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് കോപ്പി ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫോർമാറ്റാണ് കാണിക്കണേ. ഈ അക്കൗണ്ടാണ് എനിക്ക് വേറെ ആൾക്ക് അല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്നത്. എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോണിലേക്ക് മാറുന്നത്. ചിലപ്പോൾ ഞങ്ങൾ രണ്ടൊരു പാർട്ട്നേഴ്സ് ആയിട്ടായിരിക്കും. $250 അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പലരും ചെയ്തിട്ടുണ്ട്. 15,000 വീതം 3 പേര് എടുത്തിട്ടാണ് ഫണ്ട് ട്രേഡിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് 3 പേർക്ക് ഒരേ അക്കൗണ്ട് യൂസ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ താഴെ 5 ബട്ടണുകളാണ്. ഏറ്റവും അവസാനം കാണുന്നത് സെറ്റിംഗ്സ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ രണ്ടാമത് കാണുന്ന ഒരു വാക്കുണ്ട്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഇതിന് കണ്ടു വിചാരിക്കുകയാണ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി.
ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ എന്നോട് പറഞ്ഞു സീക്രട്ട് പ്രൈസ് എടുക്കണമെങ്കിൽ എങ്ങനെയാണ്. സീക്രട്ട് പ്രൈസ് എടുത്താലുള്ള പ്രശ്നം എൻ്റെ മൊബൈലിലുള്ള 10-15 അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ മറ്റേ ഫോണിലേക്ക് പോകും. അതിൻ്റെ ആവശ്യമില്ല. എനിക്കെന്ത് ഈ ഒരു അക്കൗണ്ട് മാത്രം കൊണ്ട് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു അക്കൗണ്ട് മാത്രം കൊണ്ടുപോയാൽ മതി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പേജ് കുറച്ച് താഴേക്ക് തതിയപ്പോൾ ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട് ഷോ പ്രൈവറ്റ് കീ. ഇവിടെ വരെ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും. ഇനി ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കാണാൻ പറ്റില്ല, ഞാൻ പറയാൻ നോക്കാം. ഞാൻ ഈ ഷോ പ്രൈവറ്റ് കീ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂ കളറിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്നോട് പാസ്വേഡ് ചോദിക്കും. നിങ്ങൾ പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ പാസ്വേഡ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ആ സമയത്ത് അവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്ന് നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ നമ്മൾ കുറെ കാര്യം പറഞ്ഞിട്ട് ഇത് വേറെ ആൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്, ഷെയർ ചെയ്ത് ഇതൊക്കെ തന്നെയാണ് മെറ്റാമാസ്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ പ്രൈവറ്റ് കീ നമ്മൾ നേരത്തെ ഒരു കാര്യം കോപ്പി ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പബ്ലിക് കീ എവിടെയാണ് ഓർമ്മയുണ്ടോ? നമ്മൾ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്ത് മെറ്റാമാസ്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ കോപ്പി ചെയ്ത് എഴുതി വാക്കുന്നായിരുന്നു പബ്ലിക് കീ. അതായത് നമുക്ക് അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, പബ്ലിക് ആണ്. അത് വെച്ച ഒരാൾക്ക് ഇപ്പം ഞാൻ എൻ്റെ വാലറ്റ് ഐ ഡി പബ്ലിക് കീ ആണ് നിങ്ങൾ ഷെയർ ചെയ്തത്, നിങ്ങൾ ആർക്ക് വേണ്ടി ചെക്ക് ചെയ്തോളം പറഞ്ഞത്, എൻ്റെ പ്രൈവറ്റ് കീ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല. ഇവിടെ ഓപ്പൺ ആയി വരുന്നത് പ്രൈവറ്റ് കീ ആണ്. അത് ചെയ്യുന്ന പ്രോസസ്സ് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു താക്കോലിന് അല്ലെങ്കിൽ താഴിന്റെ ചിഹ്നമുണ്ട്. അവിടെ ഞാൻ വിരൽ അമർത്തി പിടിക്കുക കുറച്ച് നേരം, ഉണ്ടോ? അപ്പോൾ അത് ഓപ്പൺ ആയി കാണിച്ചു. അവിടെ ഈ വരുന്ന പേജിൽ നമുക്ക് ഒരു വാലറ്റ് അഡ്രസ് നമ്മൾ നേരത്തെ F26C എന്നൊക്കെ പറഞ്ഞ് വന്നെന്ന് പറഞ്ഞില്ലേ, അതുപോലെ 40ഓളം അക്കങ്ങൾ വരുന്ന ഒരു വാലറ്റ് അഡ്രസ്സ് വരും. അത് കോപ്പി ചെയ്യുക, അത് ആരുടെ ഫോണിലേക്കാണോ ആ ഫോണിലേക്ക് അയച്ചിട്ട് അവിടെ മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇത് അതിൽ പുതിയൊരു വാലറ്റ് ആഡ് ചെയ്യാൻ കൊടുക്കുക. അപ്പം നമ്മളോട് ചോദിക്കും പുതിയത് ക്രിയേറ്റ് ചെയ്യാനാണോ അതെയോ നിലവിലുള്ള ആഡ് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ചോദിക്കും. അപ്പോൾ ഇമ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് അത് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ പ്രൈവറ്റ് കീ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്ത് പ്രൈവറ്റ് കീ അവിടെ ചെയ്യുക. അതല്ലെങ്കിൽ QR കോഡ് ഉണ്ട്, തൊട്ടടുത്ത് തന്നെ QR കോഡ് ചെയ്തിട്ട് മറ്റേ ഫോൺ അടുത്താണെങ്കിൽ അതുകൊണ്ട് സ്കാൻ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി പറയാം, ഏത് വാലറ്റ് ആണോ നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യേണ്ടത് അതിന്റെ താഴെ ആ വാലറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിന് താഴെ സെറ്റിംഗ്സിൽ പോവുക. എന്നിട്ട് അതിന് മുകളിൽ നിന്ന് താഴെ രണ്ടാമത്തത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഏരിയ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ പേജ് കുറച്ചും മുകളിലോട്ട് ഉയർത്തുമ്പോൾ ഷോ പ്രൈവറ്റ് കീ എന്നുള്ള വാക്ക് വരും. ഇതൊരു ബ്ലൂ ഒരു കളറിലുള്ള ഇതൊരു സ്പേസിലാണ്. അത് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ നമ്മളോട് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുക്കുക, അതായത് മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുന്ന പാസ്വേഡ് അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒരു ബ്ലൂ കളറിനകത്ത് ഒരു താഴെ ചിഹ്നം വരും. അവിടെ വിരൽ അമർത്തി പിടിക്കുക, എന്നിട്ട് നമുക്ക് പ്രൈവറ്റ് കീ ഓപ്പൺ ആയി വരും. പ്രൈവറ്റ് കീ കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ അവിടെ തന്നെ അടുത്തടുത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ QR കോഡ് എടുക്കാൻ പറ്റും. ആ QR കോഡ് കൊടുക്കാം. QR കോഡ് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം. അത് വെച്ച് അവർക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മറ്റേ ഫോണിലേക്ക് ഇതേ അക്കൗണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ആ പ്രോസസ്സ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ ഫോണിൽ 12 അക്കൗണ്ടുകളാണ് ഉള്ളത്. ഓക്കെ, ഞാൻ അക്കൗണ്ട് 12 എന്നുള്ള സ്ഥലത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ നേരത്തെ 6 എന്ന് കണ്ട സ്ഥലത്താണ് ഇവിടെ അക്കൗണ്ട് 12. ഏറ്റവും താഴെ നോക്കി എന്താണ് തന്നെ ആഡ് അക്കൗണ്ട് ഓർ ഹാർഡ് വാലറ്റ്. ഞാൻ ആഡ് അക്കൗണ്ട് കൊടുത്തു. ഇവിടെ 2-4 ചോദിച്ചിട്ടുണ്ട്. ആഡ് ന്യൂ അക്കൗണ്ട്, അതിന് തൊട്ട് താഴെ നോക്കി ഇമ്പോർട്ട് അക്കൗണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വേറെ ആൾ പ്രൈവറ്റ് കീ വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തന്നെ വേറെ ഫോണിൽ ഈ ഇതേ അക്കൗണ്ട് മാറാനാണെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ട് അക്കൗണ്ടാണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മളോട് ആ വരുന്ന പേജിൽ പേസ്റ്റ് ചെയ്ത പ്രൈവറ്റ് കീ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രൈവറ്റ് കീ പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ തൊട്ട് താഴെ ഓർ സ്കാൻ QR കോഡ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാമറ ഓൺ ആയി വരും. അത് വെച്ച് മറ്റേ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം. അതുമല്ല ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ്, ഇപ്പം പല ആൾക്കാർക്ക് ഒരു ഫോണിൽ തന്നെ അങ്ങനെ എക്സ്ട്രാ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആഡ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക ഒന്നാമത്തെ. അപ്പം മറ്റൊരു ഫോണിൽ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഇമ്പോർട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ന്യൂ അക്കൗണ്ടാണ്. ആഡ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഒരു നിമിഷം അവിടെ വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ മുകളിൽ കാണാം അക്കൗണ്ട് 13 എന്ന് കാണാം. ആ ഒരു പ്രോസസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
വീണ്ടും പറഞ്ഞപ്പോൾ എൻ്റെ വേറൊരു ഫോണിലാണ് നിങ്ങളുടെ ആളുടെ ഫോണിലാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല. ഇത് നിൽക്കുന്ന അക്കൗണ്ട് 13 നോക്കി. നേരത്തെ അക്കൗണ്ട് 12 ആയിരുന്നുള്ളൂ, ഇപ്പം 13 ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഇത്രയും സിമ്പിളായ പ്രോസസ്സ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ അക്കൗണ്ട് ഉള്ള സ്ഥലത്ത് ടച്ച് ചെയ്യുക, താഴെ ആഡ് അക്കൗണ്ട് എന്നുള്ള സ്ഥലത്ത് കൊടുക്കുക, ന്യൂ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഒരു വിരലും തൊടുന്ന താമസമേ ഉള്ളൂ, അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇത്രയും എളുപ്പമാണ്. ഇനി ഇതിന്റെ ഇപ്പൊ അക്കൗണ്ട് 13 ആണ് എനിക്ക് പ്രൈവറ്റ് എടുക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സെറ്റിംഗ്സിൽ പോകുന്നു. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റിയും പ്രൈവസി പോകുന്നു. രണ്ടാമത്തതിൽ ആ പേജ് കുറച്ച് മുകളോട് ഉയർത്തുന്നു. ഷോ പ്രൈവറ്റ് കീ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നോട് പാസ്വേഡ് ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു മിന്നൽ പോലെ വന്നു പോയിട്ടുണ്ടാവും. അവിടെ ഞാൻ പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം നേരത്തെ കണ്ടതുപോലെ ആ ഒരു ബ്ലൂ കളറിൽ ആ ഒരു താഴിന്റെ പുറത്ത് ചിഹ്നം വരുന്നു, അവിടെ ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുന്നു. അത് ഓപ്പൺ ആയി വരും. ആ സാധനം കോപ്പി ചെയ്തിട്ട് ഞാൻ നേരത്തെ കണ്ടതുപോലെ നമ്മൾ ഇമ്പോർട്ട് വാലറ്റ് എന്നുള്ള സ്ഥലത്ത് കൊടുത്താൽ നമുക്കത് വെച്ച് ഒരു ഫോണിലെ അക്കൗണ്ട് വേറെ ഫോണിലേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ടൈപ്പിംഗ് നോക്കി, ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ നോക്കി, പിന്നെ കൺവേർഷൻ നോക്കി, വിഡ്രോവൽ നോക്കി, അതായത് നമ്മൾ ബിനാൻസിലേക്ക് കൊണ്ടുവന്ന് നോക്കി, ബിനാൻസ് നിങ്ങോട്ട് കൊണ്ട്. ഇനി അതുകൂടെ നോക്കാം. ഈ വാലറ്റിലേക്ക് എനിക്ക് മാറ്റിക് കൊണ്ടുവരും. ഇവിടെ ഇപ്പം നമ്മൾ അക്കൗണ്ട് 13 ക്രിയേറ്റ് ചെയ്തു. ഇതാണ് പുതിയൊരാൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വാലറ്റിൽ മാറ്റിക് അഥവാ ഏത് ബ്ലോക്ക് ചെയിൻ ആണോ ബ്ലോക്ക് ചെയിന് നേറ്റീവ് കറൻസി ആവശ്യമാണ്. പോളിഗൺ നെറ്റ്വർക്ക് ആണെങ്കിൽ മാറ്റിക് ആണ്, BTC20 ആണെങ്കിൽ BTCC ആണ്, ഇനി ആർബിട്രം ആണെങ്കിൽ ആർബിട്രം ആണ്. ഏത് ബ്ലോക്ക് ചെയിൻ ആണോ ആ ബ്ലോക്ക് ചെയിന് കോയിൻ അവിടെ വേണം. പോളിഗൺ ആയിട്ട് ഞാൻ പോളിഗണിൽ ടച്ച് ചെയ്തു, മാറ്റിക് ടച്ച് ചെയ്തു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പേജ് ഓപ്പൺ ആയി വന്നു. ഇവിടെ സ്വാപ്പ് ഉണ്ട്. ഇവിടെ നോക്കി റിസീവും സെൻഡും, ഞാൻ പേജ് കുറച്ച് മുകളിലോട് ഉയർത്തിയപ്പോൾ റിസീവും സെൻഡും വന്നു. സെൻഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു. ബൈനാൻസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ എൽ ബാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അയച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പം നേരെ നമ്മുടെ കൂടെ ഒരാൾ പറയാണ് എനിക്ക് മാറ്റിക്ക് തീർന്നു, ട്രേഡ് ചെയ്യാൻ പറ്റുന്നു, കുറച്ച് അയച്ചു തരുമോ, ഇവിടെ അയച്ചു കൊടുക്കാം. അവരുടെ വാലറ്റ് കാർഡ് വാങ്ങുക, ഇവിടെ സെൻഡിലെടുക്കുക, അവർ അയച്ചുതന്ന അഡ്രസ്സോടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, എത്രയാണെന്ന് എമൗണ്ട് അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് ചെയ്താൽ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ സ്വീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കാനായതുകൊണ്ട് റിസീവ് ക്ലിക്ക് ചെയ്തു. ഇവിടെ QR കോഡ് വന്നു. തൊട്ട് താഴെ നോക്കിയേ OXB6D6, അവസാനത്തെ വാക്ക് 311F, അത് 311F. ഞാൻ കോപ്പി ചെയ്തു. നേരെ ബൈനാൻസിലോ അതല്ലെങ്കിൽ സുഹൃത്തിൻ്റെ അടുത്തേക്കോ അതല്ലെങ്കിൽ എൽ ബാങ്കിലേക്കോ എവിടേക്ക് വാസ്തവ എവിടേക്കാണ് അയച്ചു കൊടുക്കും. ഞാൻ ബൈനാൻസിലേക്ക് പോകുന്നു. സ്പോട്ടിൽ എൻ്റെ ഇപ്പം മാറ്റിക് ഇല്ല. മാറ്റിക് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വിഡ്രോ എന്നുള്ള സെലക്ട് ചെയ്തു. മാറ്റിക് ഇല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. മാറ്റിക്കും സെലക്ട് ചെയ്തു. ഏത് രീതിയിലാണ് സെൻഡ് പോയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് അഡ്രസ്സ് ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത അഡ്രസ്സോടെ പേസ്റ്റ് ചെയ്തു. 311F നെറ്റ്വർക്ക് ചോദിച്ചു, ഞാൻ പോളിഗൺ സെലക്ട് ചെയ്തു. മാറ്റിക് നമുക്കൊരു 2, 3, 5 ഒക്കെ ടൈം മതി. പക്ഷേ ബൈനാൻസിൻ്റെ നിയമമുണ്ട്, മിനിമം 10 ഉണ്ടെങ്കിൽ ഇവിടെ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 10 സെലക്ട് ചെയ്തു, വിഡ്രോ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടില്ല, അവിടെ എഴുതിയിട്ടാണ്. ഇത്രേ പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അയക്കുന്നതിന് അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടും. ഇപ്പൊ അത് ഫോൺ ഞാൻ ഇപ്പം നമ്മുടെ കൂട്ടത്തില് ബെൻഹാം ഉണ്ടല്ലോ സാറേ, ബെൻഹാമിന് ഇതേപോലെ വരാതിരുന്നു. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ തന്നെ വേറൊരു ഫോണിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്ത് നോക്കി. ഇമ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം വന്നു, ബെന്നിന്റെ ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും വന്നു. അതായത് കാര്യം ഞാൻ പറയാം, ബ്ലോക്ക് ചെയിൻ ഇപ്പൊ നമ്മൾ കണ്ടില്ലെങ്കിൽ അത് ഉള്ളിലുണ്ടാവും, കാണാൻ പറ്റില്ല. ബ്ലോക്ക് ചെയിനിൽ വന്ന സാധനം ഒരിക്കലും നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കണ്ടില്ല ഒരു ടെൻഷൻ അടിക്കണ്ട, അത് ആ സിസ്റ്റത്തിൽ ഉണ്ടാവും, നമ്മുടെ ഫോണിൽ കാണില്ലെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എല്ലാവരോടും കൂടി പറയാണ്, ആരും ടെൻഷൻ അടിക്കുക, എന്തെങ്കിലും കണ്ടില്ല എന്ന് വെച്ച് ആരും ടെൻഷൻ അടിക്കരുത്, അതൊക്കെ ഇന്നറിലുണ്ടാവും. ഉദാഹരണം പറഞ്ഞിരുന്നു, ഞാന് നമ്മള് ഈ ലൈസൻസ് പർച്ചേസ് ചെയ്തതിന് മുമ്പ് ഞാൻ കോഴിക്കോട് വരുന്ന അന്ന് രാത്രിയില് കുറച്ച് സ്പാൻഡ് എന്ന് പറഞ്ഞ കോയിൻ, കുറച്ച് പറഞ്ഞാൽ പക്ഷേ 3800 കോയിൻ ഉണ്ടായിരുന്നു. 3800 കോയിൻ എന്ന് പറഞ്ഞാൽ $2000 ഉണ്ട്, അത്യാവശ്യം വരെയുള്ളതാണ്. ഞാൻ ബൈനാൻസ് ഇവിടെ ബ്ലോക്ക് ആവുമെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് മെറ്റാമാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
അത് ഓപ്പൺ ആയില്ല. സോറി, വീണ് എനിക്ക് മെറ്റാമാസ്ക് എത്തിയുമില്ല. ബൈനാൻസിൽ പോയി. ഞാൻ കുറെ രാത്രി മെയിലൊക്കെ അടിച്ചിട്ട് വന്നില്ല. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം ഞാൻ മരത്തിന്റെ മുകളിൽ താഴെ വീണു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും നോക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് അത് എനിക്ക് ഇറക്കി തീർക്കാൻ പറ്റിയത്. അപ്പം ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോഴാണ് ആ സാധനം ഞാൻ മെറ്റാമാസ്കിൽ നിന്ന് തിരിച്ചെടുത്ത് ബിനാൻസിലേക്ക് കൊണ്ടുപോയത്. 3 മാസമാണ് കാണും. ഇപ്പൊ സത്യത്തിൽ എന്നെ സംബന്ധിച്ച് $2500 പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം വേറെ. ഞാൻ എന്റെ കൂടെ പലരോടും പറഞ്ഞു, നമ്മുടെ ഗതികേട് ഇടിച്ചവനാണ്, കഷ്ടകാല സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നും പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടം പറഞ്ഞു. സതീഷ് സാറോടൊക്കെ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ സതീഷ് സാർ പറഞ്ഞല്ലേ അത്? അതെ, പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ 3 മാസം ഇടയ്ക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു. അപ്പം അത്രയും നാളെ മെറ്റാമാസ്ക് കണ്ടില്ല. അവസാനം വേറെ ആണെങ്കിൽ പറഞ്ഞു തന്നു, നിങ്ങൾ കാര്യം ഇന്ന രീതിയിൽ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നോക്കി കണ്ടില്ല. അവസാനം എനിക്ക് എന്ത് ചെയ്തു, പുള്ളി ഒരു കോൺടാക്ട് അഡ്രസ് അയച്ചു തന്നു. ഞാൻ അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്കത് കിട്ടി. അപ്പം നമ്മളത് കണ്ടില്ലെങ്കിൽ ഇതൊന്നും പോകത്തില്ല. ഇതെല്ലാം ഒരു ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ലൈഫിൽ, അതാണ് നമ്മൾ പറഞ്ഞത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ കണ്ടില്ലെങ്കിൽ ആ സാധനം അവിടെ ഇന്നറിലുണ്ടാവും. പേടിക്കണ്ട, ആരും ഒന്നും പോകില്ല, ആരും ടെൻഷൻ അടിക്കണ്ട. എന്താണ് വിഷയം? ചിലപ്പോൾ അത് വേറെ ഫോണിൽ നിന്ന് ഓപ്പറേറ്റ് നോക്കി അറിയാം. ആ ഫോണിന്റെ വിഷയമാണെന്ന് അറിയാനേ എൽ ബാങ്ക് നമുക്ക് വേറെ ഫോണിൽ വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാലോ, യൂസർ നെയിം പാസ്വേഡ് വെച്ച് ചെയ്യാലോ. ഞാൻ പറഞ്ഞതേ, അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഒന്ന് നോക്കാം. ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. ഇതില് ഷെയർ അല്ലേ അതോ അതെ, ഷെയർ സ്ക്രീന്? സ്ക്രീൻ USDT ആണോ USD ആണോ ചെയ്തത്? അതാണ് ഒരു കൺഫ്യൂഷൻ. ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഓഡിയോ ഓക്കെ അല്ലേ? ഷെയർ ഇനി മിനിമൈസ് ചെയ്ത് നിങ്ങൾ ഇതെടുത്തേ, ബാങ്ക് എടുത്ത് നോക്കട്ടെ. ബാങ്ക് എടുക്കാം. വാലറ്റ് ഡെപ്പോസിറ്റ് ആവട്ടെ. USDT അല്ലേ കാണിക്കുന്നതാണ് ബ്ലോക്ക് ചെയിൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ പോളിഗൺ ആയിരുന്നു. പോളിഗൺ ആണ്. പോളിഗൺ സെലക്ട് ചെയ്യണം. പോളിഗൺ സെലക്ട് ചെയ്തു. ഞാൻ അവിടെ കോപ്പി എടുക്കും. ആ അഡ്രസ് കോപ്പി ചെയ്യും. ഇത് കോപ്പി ചെയ്തു. ഇപ്പൊ കോപ്പി ആയിട്ടുണ്ടാവൂലേ? കോപ്പി ആയിട്ടുണ്ട്. നോക്കണോ? വേണ്ട. മെറ്റാമാസ്ക് തന്നോ? അഡ്രസ് എന്താ മാറ്റാണ്? ഉണ്ടല്ലേ 12 ഉണ്ടല്ലോ. അതെടുത്തേ, അതെടുത്തേ, USDT എടുത്തേ. USDT പേജ് കുറച്ച് മുന്നോട്ട് പോക്കിയേ. സെൻഡ് എടുത്തേ. അതില് സെൻഡ് എടുത്തു. അഡ്രസ് പ്ലേസ് ചെയ്തു. 2 എന്നുള്ള അഡ്രസ് പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് അടിക്കട്ടെ. കൊടുത്തു. നീ യൂസ് മാക്സ് കൊടുത്തു. നെക്സ്റ്റ് അടിക്കട്ടെ. സെൻഡ്. ഇല്ല സെൻഡ് അവിടെ ആ ഗ്യാസ് കാണിക്കട്ടെ, വരട്ടെ. ഇനി കൊടുക്കും. സെൻഡ്. വെയിറ്റ്, ട്രാൻസാക്ഷൻ അപ്ഡേറ്റഡ് ആണ്. ഓടരുത്, വെയിറ്റ് ചെയ്യണം. ഒരു മെസ്സേജ് വരാനുണ്ട്. ഇനി പുറകോട്ട് വയ്ക്കോ, മുകളിൽ ക്ലോസ് ചെയ്തേ. ഓക്കെ, അത് ഇന്ത്യ ക്ലോസ് ചെയ്തേ. ഇവിടെ ഉണ്ടോ USDT? പോയില്ലേ? പോയി. നേരെ നിങ്ങൾ ബാങ്ക് എടുത്തേ. 1 മിനിറ്റ് എടുക്കും. ബാക്ക് പോവാനോ? ഒന്നൂടെ പോകണോ? വന്നു. അതാ വന്നിട്ടുണ്ട്. അതിന് മുകളിലത് 12.75. ഇനി ഇവിടെ നിന്ന് വാസത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ കൊണ്ടുപോകുന്ന പ്രോസസ് അറിയാലോ. ഇനിയിപ്പം വാസ് എടുക്കുക, വാസത്തിൽ ഡിപ്പോസിറ്റ് എടുക്കുക, ഇവിടെ സെൻഡ് ചെയ്യുക. പിന്നെ അതോടെ നോക്കൂ, വാസ് ഓപ്പൺ ചെയ്തേ. ഇത് മിനിമൈസ് വാസ് എടുത്തേ. വാസല്ലേ? ഇതാണ് ഇപ്പം 3 വരെ ഇവിടെ ചെയ്ത് അസറ്റ് എടുക്കുക. അസറ്റ് പേജ് മുകളിലോട്ട് എടുത്തേക്ക്.
TRC20 അതല്ല, അത് BTC അതിന്റെ മുകളിൽ അവിടെ TRC20 ആദ്യം വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് പ്ലസ് ഞെക്കിക്കേ. ക്രിയേറ്റ് വാലറ്റ്. ഇനി ആരോ ടച്ച് ചെയ്യും, അഡ്രസ് കോപ്പി ചെയ്യും. മുകളിൽ അക്ഷരങ്ങൾ വലത്തേടത്ത് കോപ്പി ചെയ്യാനുള്ള ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണ്ട, അവിടെ ഒരു മഞ്ഞ ഡോട്ടുണ്ട് മതി. അവിടെ ഒരു മഞ്ഞ ഡോട്ടുണ്ട്. കോപ്പി അല്ല, മിനിമൈസ് ചെയ്തിട്ട് നേരെ എൽ ബാങ്കിൽ വാ. ബാങ്ക് വന്നു. USD ടച്ച് ചെയ്യും. ഇത് അയക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ആ പ്രോസസ്സ് കാണിക്കാനാണ്. ഇനി വിഡ്രോ എടുക്കും, മുകളിൽ വിഡ്രോ എടുക്കുക. എന്തോ ഇതില് TRC20 TRC20 നേരത്തെ പോളിഗനാണ്, ഇപ്പൊ TRC ആണ്. ഇനി അവിടെ എമൗണ്ട് അഡ്രസ് കൊടുക്കും. വിഡ്രോയിൽ അഡ്രസ് കൊടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത് അഡ്രസ് പേസ്റ്റ് വിഡ്രോ അഡ്രസ് ചെയ്തോ. LSB അത് ഞാൻ നോക്കി, അപ്പുറം നോക്കി വേണം നോക്കൂ. ഒന്ന് ക്ലോസ് ചെയ്യണം, എപ്പോഴും ക്ലോസ് ചെയ്യും. നോക്കിയേ, അതന്നെ വാസെടുത്ത് ക്രോം അതിനകത്തത് ലെഫ്റ്റോട് നീക്കി, അത് മുതുക്കെ ഇടത്തോട് നീക്കിയാൽ മതി. അക്ഷരങ്ങൾ പിടിച്ച് അക്ഷരങ്ങൾ ലെഫ്റ്റോട് നീക്കിയാൽ മതി. അങ്ങനല്ല, അതെ LSB കറക്റ്റ്, LSB ആണ് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി അത് അവിടെ ഓക്കെ, എൽ ബാങ്ക് എടുത്ത് ഓക്കെ വിഡ്രോ എമൗണ്ട് നമ്മള് എത്ര 12 12 കൊണ്ടോണ്ട, അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 12 ഞെക്കി കുഴപ്പമില്ല, ഞാൻ പറയാം 12 അടിച്ചു അയക്കുന്നില്ല. നമ്മള് വിഡ്രോ കൊടുത്തേ. ARB വാങ്ങിക്കാൻ വേണ്ടി അത് കൊണ്ടുവന്നത്. എങ്ങനെ ARB കൊണ്ടുവന്നത് പർച്ചേസ് ചെയ്യാൻ നോക്കാം. വിഡ്രോ എടുത്ത് ഞാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ കാണിക്കാനാണ്. എടുത്ത് വിഡ്രോ അല്ല, വിഡ്രോ എടുത്തോ, പറഞ്ഞുതരാം. പോയില്ല, നമ്മള് ചെയ്യില്ല. കൺഫേം കൊടുക്കുക. ഇനി നമ്മൾ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ കൊടുത്താലേ ഇവിടുന്ന് പോകുള്ളൂ. മെയിലിൽ പോയി ഒരു OTP ഇടുന്നത്, അത് കൊടുത്താലേ ഇവിടുന്ന് പോയിക്കോളും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ARB വാങ്ങണമെങ്കിൽ ബാക്ക് വന്നേ. ഓക്കെ, ഇതില് കൺവേർഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കൺവേർഷൻ അല്ല സാറേ, ട്രേഡിൽ പോകണം. ട്രേഡ് പോകണം അല്ലേ? ട്രേഡ് പോകണം. നടുക്കുള്ള താഴെ ട്രേഡ് എടുത്തേ. ARB USDT. ഓക്കെ, എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ലിമിറ്റ് മാറ്റിയിട്ട് മാർക്കറ്റ് ആക്കണ്ടേ? ലിമിറ്റ് മാറ്റി മാർക്കറ്റ് ആക്കാം. പ്രൈസും എത്ര കൊടുത്താ? ലൈൻ അല്ലേ, മാക്സ്. ഓക്കെ, സക്സസ്ഫുള്ളി ആയി. സൈഡിലേക്ക് തട്ടി കഴിഞ്ഞാൽ പുറത്തോട്ട് പോയിക്കോളും. ആ ഫോട്ടോ ഞാൻ പുറത്തേക്ക് പോയിക്കോളും, അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അതും മാറ്റുമോ? എന്താ ചെയ്യണ്ടേ? വാലറ്റ് ARB വന്നില്ലേ? വന്നു. ഇനിയും മെറ്റമാസ്കിലോട്ട് അല്ല, സോറി, എന്താണ്, മെറ്റമാസ്ക് ഓപ്പൺ ചെയ്തിട്ട് ആർബിട്രോ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മെറ്റമാസ്ക് എടുത്തേ. മെറ്റമാസ്ക് എടുത്തു. ഈ മുകളിൽ ബ്ലോക്ക് ചെയിൻ മാറ്റി പോളിഗൺ മാറ്റിക്കേ. ARB സെലക്ട് ചെയ്ത് റിസീവ് അഡ്രസ് എടുത്ത് കോപ്പി ചെയ്ത് ഓക്കെ, വീണ്ടും മിനിമൈസ് ചെയ്ത് അവറായോ? നമ്മുടെ എൽ ബാങ്കിൽ വാ. ARB ടച്ച് ചെയ്ത് വിഡ്രോ. ആർബിട്രം ഉണ്ട്. ഇനി അഡ്രസ്സോടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, എമൗണ്ട് 11 കൊടുത്തു. ഓള് കൊടുത്തു, കുഴപ്പമില്ല. ഇനി വിഡ്രോ ചെയ്തു. വിഡ്രോ കൺഫേം. കോഡ് അടിക്കണ്ടേ? ഇവിടെ സെൻഡ് കൊടുക്കണം. സെൻഡ് കൊടുത്താലാണ് വരിക. ഇനി മെയിൽ പോയി എടുത്ത് അത് വന്നിട്ടുണ്ട്. കോപ്പി ചെയ്യുക. കൺഫേം. ആയിട്ടുണ്ടാവോ? ഒരു മിനിറ്റ് എടുക്കും. ഡീറ്റെയിൽസ് ഇവിടെ പോകുന്നുണ്ട്. ബില്ലിംഗ് ആണ്.
കൺഫേം ആയിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, ഇത് മിനിമൈസ് ചെയ്തോ. നമുക്ക് മെറ്റാമാസ്ക് വായോ, ബാക്ക് വാ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അവിടെ നിന്ന് വന്നോളൂ. പ്രോസസിംഗ് ആണ്. റിഫ്രഷർ ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി, അത് വരും. എത്രയല്ലേ ഉള്ളൂ? വേറെ ഇത്രേ ഉള്ളൂ. അല്ല, അത് വരട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളതേ, നമ്മൾ ഈ ബിനാൻസിലേക്ക് മെറ്റാമാസ്കിൽ നിന്ന് ബിനാൻസിലേക്ക് മാറ്റാണ്ട് മെറ്റാമാസ്കിൽ നിന്ന് തന്നെ നമുക്ക് വാസിലേക്ക് മാറ്റാൻ പറ്റും? ഇല്ല സാറേ, അതായത് വാസിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട TRC ട്രോൺ ബ്ലോക്ക് ചെയിൻ ആണ്. മെറ്റാമാസ്കിൽ ട്രോൺ ബ്ലോക്ക് ചെയിൻ ഇല്ല, നമുക്ക് അവിടെ ട്രോണിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. പോളിഗൺ തന്നെയുള്ളൂ അല്ലേ? അതെ, പോളിഗൺ മാത്രമല്ല, പോളിഗൺ ആർബിട്രം പോലെ 10 ഉണ്ട്, ട്രോൺ ഇല്ല. ഓ, ഓക്കെ. അപ്പൊ നമുക്ക് മറ്റോടത്തേക്ക് മാറ്റിയിട്ട് ബിനാൻസിലെ ബിനാൻസിന്റെ ഏതെങ്കിലും നമുക്ക് 100 ഉണ്ടല്ലോ സാറേ, ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുത്ത് അതിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം മാറാൻ. ഓക്കെ. ഞാനത് ഡയറക്റ്റ് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു മാത്രം. ശരി. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്റെ ഈ ഇപ്പൊ ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്തപ്പോ ലാപ്ടോപ്പിൽ 1500 വന്നിട്ടുണ്ട്, പക്ഷെ മൊബൈലിൽ എന്ത് ചെയ്താ അത് കാണിക്കുന്നില്ല. ഡിവൈസിനുള്ള പ്രത്യേകതയാണ് ലാപ്ടോപ്പ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ചെയിനിൽ അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരുടെ ഫോണിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫോൺ ചില ഡിവൈസുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ചിലപ്പോൾ ചെറിയ എറകളായിരിക്കും, അത് പരിഹരിച്ച് വന്നോളും, ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ മാറിക്കോളും. ആ ടാബ് ഒന്ന് ക്ലോസ് ചെയ്യാം. രണ്ടെന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടാബ് ഒന്ന് ക്ലോസ് ചെയ്ത് അത് രണ്ടും ക്ലോസ് ചെയ്ത് ക്ലോസ് ആൾ കൊടുക്കണം, പ്ലസ്സിൽ വെക്കണം. ഓക്കെ, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ട്രേഡ് സോറി ആപ്പ് സോറി തെറ്റ് പറ്റിയതാ. ബൂമറാങ് ടൈപ്പ് ചെയ്തോ, താഴെ സെലക്ട് ചെയ്യണ്ട. MERAN ഡോട്ട് ട്രേഡ്. അവിടെ ഗ്യാപ്പ് വന്നല്ലേ? ഡൗൺ ചോദിച്ചില്ലല്ലോ. 3 റോഡിലൊന്നും ടച്ച് ചെയ്തൊന്നുകൂടെ റിഫ്രഷ് റീലോഡ്. ഇനി മോൾ ഭാഗം അങ്ങനെ ഞാൻ 3 ലൈൻ ടച്ച് ചെയ്ത് ഒന്നുകൂടെ നോക്കി. ഒരു വേറൊരു ഓപ്ഷൻ മാർക്കറ്റ് ഓപ്പർ. ഇത് താഴെ എന്താണ് സാർ ഒരു കാണിക്കുന്ന ഒരു ആളുടെ പടത്തിന്റെ താഴെ? അത് വാലറ്റ് ID 42 പർച്ചേസ് ചെയ്തേ വാസില്. എന്തോ ആണല്ലോ മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, നമ്മുടെ ടീം ഇതാ ഡിസ്കണക്ട്. ഓക്കെ, ഡിസ്കണക്ട്. ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് മെറ്റാമാസ്ക് കണക്ട് കൊടുക്കും ഒന്നുകൂടി. പറഞ്ഞില്ലല്ലോ. 3 ലൈൻ സെറ്റ് കണക്ട്. റീലോഡ് ചെയ്തേ. ഇല്ല, വന്നിട്ടില്ല. നോക്കാം, നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് എന്റെ ഹലോ എന്താ സാറേ? വാസിൽ കൊടുത്തതാണ് കൺഫേം ചെയ്യാൻ. നിങ്ങൾ വാസിൽ കൊടുത്ത അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ. വാസ് ഓപ്പൺ ചെയ്തേ. വാലറ്റ് അല്ല, വാസ് ഓപ്പൺ ചെയ്യാൻ 3 വരെ ടച്ച് ചെയ്യാം. ബൂമറാങ് ലൈസൻസ് എടുത്തേ. ബൂമറാങ് ലൈസൻസ്. ഓക്കെ, ആ പേജ് ലെഫ്റ്റോട് ലെഫ്റ്റോട് നിൽക്കിയേ. 207 ആപ്പിൾ കായ
अभी है ഈ ഐഡിയ അല്ലല്ലോ അവിടെ. हाँ ശരി, അവിടെ ഒന്നേ ഇതല്ലേ ഒന്നേ മെറ്റോസ് എടുത്ത് ഇതല്ല അവിടെ ആ, വാലറ്റ് എടുത്തേ, അത് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡ് വാലറ്റ് എടുത്തേ, ലെഫ്റ്റ് സൈഡ് വാലറ്റ് എടുത്തേ. ഇതല്ലേ ഇതാണ് സാർ ഉദ്ദേശിച്ചത്. അത് തന്നെയാണല്ലോ 207 തന്നെയാണ്. പിന്നെ അതേപോലെ എന്റെ 2 മറ്റേ പേരുണ്ട്, അവരുടെയും ഇത് ഇങ്ങനെ തന്നെയാണ്. വന്നിട്ടില്ല, ഇത് വന്നിട്ടില്ല. എന്റെ മൊബൈലിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും അവർക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തായിരുന്നേ അവിടെ കാണാൻ വാലറ്റ്. പറ്റില്ല അല്ലേ? ഓക്കെ, അവർക്കും 0 ആണ് വന്നേക്കുന്നത്, വന്നിട്ടില്ല. അപ്പൊ ഞാൻ മറ്റവരുടെ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ? ശരി, മറ്റേ വാലറ്റ് നോക്കാം. അപ്പൊ ഇത് ഡിസ്കണക്ട് കൊടുക്കണോ? ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഡിസ്കണക്ട് ചെയ്യും. അത് അവിടെ അല്ല, മോള് പെർമിഷൻ, അത് അവിടെ തന്നെ പെർമിഷൻ കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചു. ഓക്കെ, അവിടെ പെർമിഷൻ അതാ, ഡിസ്കണക്ട്. ഇനി ലെഫ്റ്റ് സൈഡില് വാലറ്റ് ടച്ച് ചെയ്തേ, താഴെ വാലറ്റ് അല്ല, താഴെ വാലറ്റ് ഇടത് സൈഡ് താഴെ ഇടത്ത് വശത്ത്. ഓക്കെ, പിന്നെ അക്കൗണ്ട് വന്ന സ്ഥാനത്ത് മാറ്റി അടുത്ത ആളുടെ അടുത്ത്. ഓക്കെ, ഇനി നേരെ അങ്ങോട്ട് പോവാ. 4-മത്തേല് ബ്രൗസർ. ഇനി ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്തേ താഴെ. ഓക്കെ, കണക്ട് വാലറ്റ് അല്ല, താഴെ 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് ഞാൻ പറഞ്ഞത്. സോറി റീലോഡ് കൊടുത്ത്, റീലോഡ് കണക്ട് കൊടുത്ത്. ഇനി പേജ് കുറച്ച് പേർക്ക് നോക്കട്ടെ, താഴ്ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ല. അപ്പൊ വീണ്ടും താഴ്ത്തിട്ട് മുകളിലെ 3 വരെ ടച്ച് ചെയ്തേ. ഇതിന്റെ എന്താ സാറേ ഇനി കണക്ട് വാലറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ? നിങ്ങൾ എടുക്കുക, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി വേറെ സെലക്ട് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. യെസ് സാർ. ഇനി വീണ്ടും മുകളിൽ 3 റൈലിലേക്ക് ടച്ച് ചെയ്ത് ഡി ആപ്പ് എടുത്തേ. താഴ്ഭാഗം വന്ന് നോട്ടെ, അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരെണ്ണോടി ഉണ്ട്, അതുകൂടി നോക്കിയാലോ? മുകളിലെ റൗണ്ട് ടച്ച് ചെയ്ത് പെർമിഷൻ എടുത്ത് ഡിസ്കണക്ട് ചെയ്ത് ലെഫ്റ്റിൽ വാലറ്റ് എടുത്ത് അടുത്ത ആളുടെ അക്കൗണ്ട് എടുത്ത് ഇനി വീണ്ടും ബ്രൗസർ താഴെ റീലോഡ് കൊടുക്കുക, 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് കണക്ട്. വന്നു നോക്കി, ഇല്ല. നേരെ 3 വരെ ടച്ച് ചെയ്ത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എടുത്ത് ഇനി വീണ്ടും 3 വരെ ടച്ച് പോണ്ട. 3 വരെ ടച്ച് ഡാപ്പ് എടുത്ത് ഡി ആപ്പ് അയാൾക്ക് വന്നിട്ടുണ്ട്. മറ്റവർ 2 വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഈ മാറ്റിക്കലാണുള്ള എമൗണ്ട് അതിന് ഇപ്പുറത്തേക്ക് മാറ്റം നമ്മളിപ്പോ മാറ്റിക്കിന്റെ ആവശ്യമില്ലല്ലോ ഇനിയിപ്പോ അത് ഇനി ARBL ഇത് ചെയ്യാം നമ്മള് അങ്ങനത്തെ പറഞ്ഞില്ലല്ലോ. പല ബ്ലോക്ക് ചെയിൻ വരും. ഇപ്പൊ നിലവിൽ ARB ആയിട്ടില്ല. ARB നമ്മൾ തുടങ്ങാൻ പോണേ ഉള്ളൂ, തിരക്കൂട്ടണ്ട. ഇപ്പൊ നിലവിൽ പോളിസിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണേ ചെയ്ത് വെച്ചോളം പറഞ്ഞത്. അവരുടെ പ്രോസസ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്.
ചിലപ്പോൾ ട്രേഡ് സ്റ്റാർട്ടിങ് ഒന്നിച്ച് കിട്ടും. അപ്പൊ രണ്ടും ചെയ്യാം, മറിച്ച്. അപ്പം പോളിഗൺ വേണ്ടെന്നല്ല അർത്ഥം, പോളിഗണും ചെയ്യാം, ARB രണ്ടിലും മാറി മാറി ചെയ്യാന്ന അർത്ഥം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് പിന്നെ ബൈനാൻസിന്നോ എൽ ബാങ്കിന്നോ നമുക്ക് ഇങ്ങോട്ടേക്ക് ARBയിലേക്ക് മാറ്റിയാൽ മതി അല്ലേ? എമൗണ്ട് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി, മിനിമൈസ് ചെയ്താൽ മതി. മെറ്റാമാസ്ക് എടുത്തേ. നമ്മുടെ DApp എടുത്തേ. ഇതെന്താ സാറേ സെക്കൻഡ് അക്കൗണ്ട് ആണ്? കുഴപ്പമില്ല. എന്റെ റൈറ്റ് സൈഡില് ആ 3 വരെ ടച്ച് ചെയ്തേ. DApp അല്ല, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി മൂന്നാമത്തെ എടുത്തേ. ഇനി വീണ്ടും 3 വരെ ടച്ച് ചെയ്തേ. അല്ല, മോളോടൊന്നും പോകണ്ട, ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. 3 വരെ ടച്ച് ചെയ്തേ. DApp എടുത്തേ. ഈ പേജ് മുകളിൽ എടുത്തേക്ക്. ഇത് വന്നിട്ടുണ്ട് സാറേ, ഇത് വന്നിട്ടുണ്ട്, 3000 വന്നിട്ടുണ്ട്. ഏതാ വരാത്ത? മറ്റേതാണോ സാറേ? കേൾക്കുന്നുണ്ടോ? ഇത് വന്നിട്ടുണ്ട്. ഏതാ അക്കൗണ്ട് വരാത്ത? മറ്റേതാണോ? ഏതാ വരാത്തത്? 500ന്റെ. അപ്പൊ 500ന്റെ ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾ വീണ്ടും അവിടെ തന്നെ എടുത്തേ. ആയില്ല, ഓട്ടോമാറ്റിക് പോണോ സാറേ? അവിടെ തന്നെ നിങ്ങൾ ബ്രൗസർ എടുത്തേ. ബ്രൗസർ എടുക്കുക. അവിടെ മുകളിൽ റൗണ്ട് ടച്ച് ചെയ്തേ. പെർമിഷൻ ടച്ച് ചെയ്തേ. ഡിസ്കണക്ട് കൊടുത്തേ. ഇനി ലെഫ്റ്റ് സൈഡ് 3 പിന്നെ വാലറ്റ് എടുക്കുക. ഇനി നിങ്ങൾ ഒന്നാമത്തെ അക്കൗണ്ട് എടുക്കുക, 500 എടുക്കുക. ഇനി ബ്രൗസർ എടുക്കുക. ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് താഴെ റൈറ്റ് സൈഡ് റീലോഡ് കൊടുക്കുക. കണക്ട് കൊടുക്കുക. ആ പേജ് കുറച്ച് പേർക്ക് നോക്കട്ടെ, വന്ന് നോക്കട്ടെ. ഇല്ല, ഓക്കെ. ഇത് താഴ്ത്തിരി മുകളിൽ 3 വരെ ടച്ച് ചെയ്തേ. മൂന്നാമത്തെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എടുത്തേ. മതി. ഇനി ആ 3 വരെ ടച്ച് ചെയ്തേ. ഡാപ്പ് എടുത്തേ. ഇനി പേജ് ഉയർത്തിക്കേ. വന്നിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ ബിറ്റിയിൽ നമ്മൾ 200-300 ഡോളർ വെച്ചിട്ടല്ലേ ട്രേഡ് ചെയ്തത്. അപ്പൊ ഗ്യാസ് ഫീ 1-2 മാറ്റിക് ഒക്കെ കണ്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ചിലപ്പം 1000-2000 ഒക്കെ അടിച്ച് കൊടുക്കുമ്പോ ഗ്യാസ് ഫീ 40-50 ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും കാണിക്കാം. ഗ്യാസ് ഫീ സെയിം തന്നെ ആയിരിക്കും. ഞാൻ 1000ന്റെ തന്നെയാണ് 53 ട്രേഡ് എടുത്തത്. 53 ട്രേഡ് എടുത്തപ്പോഴും എനിക്ക് ആകെ $6 ചെലവായത്. ഇതേ എമൗണ്ട് നിങ്ങൾ 100 എടുത്താലും 10 എടുത്താലും 1000 എടുത്താലും ഒരേ ഗ്യാസ് ഫീ ആണ് കാണിക്കുക. 1.2 1.3 1.2 അങ്ങനെ കാണിക്കുള്ളൂ. അതിന്റെ 10 ചെലവാകുള്ളൂ, മാറില്ല. ഓക്കെ. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ. അപ്പൊ ഇതിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്, ഇപ്പൊ 500ന്റെ ലൈസൻസിൽ 1500 കിട്ടും എന്ന് പറഞ്ഞത്. ഇതില് മറ്റേ ഈ മേലെ ആവേ ഫീ എന്ന് പറഞ്ഞിട്ട് 0.05% കാണിക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ് ഫീ നമുക്ക് കുറച്ച് പോവല്ലോ. അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് 3 times കിട്ടുന്നതാണോ പറഞ്ഞത്? ഒറ്റ ഫീ ഇല്ലാതെ എല്ലാ ഫീയും ഒഴിവാക്കിയിട്ട് 3 times. അതെ, കറക്റ്റ്. ഓക്കെ. താങ്ക് യു. അതോ വന്നിട്ടുണ്ട്. ഓക്കെ. 11.63 വന്നു അല്ലേ? ഓക്കെ, റൈറ്റ്. പിന്നെ ഇതിനകത്ത് പർച്ചേസിംഗിന്റെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നല്ലോ. ഈ നമുക്ക് ഇതിനകത്ത് ഇതിൽ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, അതോ വീണ്ടും പഴയ പോലെ തന്നെയാണ്? പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെന്നല്ല, ഓൾറെഡി പർച്ചേസിംഗ് ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാല് വാസാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിക്കൊക്കെ അതിന്റെ ആ വോളിയം കാര്യം. ഉദാഹരണത്തിന് ഇവിടെ $1,00,000 നമുക്ക് ഇവിടെ റാങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ റഫറൽ കമ്മീഷൻ ഉണ്ട്, മാച്ചിങ് മോഡൽ. ഈ കമ്മീഷൻ ഒക്കെ കിട്ടണമെങ്കിൽ വാസ് ത്രൂ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്താൽ ഞാനിവിടെ പറഞ്ഞുള്ളതുകൊണ്ടല്ലേ മറ്റൊക്കെ പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇല്ലെന്നല്ല, നമ്മൾ ഒളിച്ചോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, നേരിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല. ശരി. അപ്പൊ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ടല്ലോ?
അതെ അത് ക്രിയേറ്റ് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു ആദ്യം ചേഞ്ച് പാസ്വേഡ് ഇല്ലേ? അതെ. അവിടെ ഫസ്റ്റിലത്തെ അതില് ഞാൻ എന്റെ സെയിം പാസ്വേഡ് അടിച്ചു പോയത് സംശയമുണ്ട്. അല്ല, യൂസർ നെയിം. അപ്പൊ അഥവാ പിന്നെ മാറ്റാൻ ഇതിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? അവിടെ തന്നെ മാറ്റാം, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എപ്പോഴും മാറ്റാം. അപ്പൊ നമ്മള് പൈസ ഇതാക്കും ചെയ്താൽ പോരെ? എല്ലാം അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വാസു അക്കൗണ്ട് ഓപ്പൺ ആവില്ലല്ലോ? ഇല്ല, അത് ഓപ്പൺ ആവുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. അത് നമുക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ നമുക്ക് ഓപ്പൺ ആക്കാനുള്ള അവസരം എപ്പോഴും നമുക്ക് മാറ്റാം കേട്ടോ. മെയിൽ കറക്റ്റ് ആയാൽ മതി. മെയിൽ കറക്റ്റ് ആണെങ്കിൽ ഒരു OTP വരും. OTP കൊടുത്താൽ എന്ത് ചേഞ്ച് വരും, ഒന്നും ടെൻഷൻ ഇല്ല. പേര് മാറ്റാം. റൈറ്റ്. ഇനി താഴെ ബ്രൗസർ എടുത്തേ. ബ്രൗസർ എടുത്തു. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത വാക്ക് തെറ്റാണ്. അത് ക്ലോസ് ചെയ്തേ. ഒന്നെന്നുള്ള ടച്ച് ചെയ്തേ. അത് ക്ലോസ് ചെയ്തേ. ഇനി ആ പ്ലസിൽ ടച്ച് ചെയ്തേ. ഇനി സെർച്ച് എന്നുള്ള സ്ഥലത്തിൽ ഞാൻ അയച്ചു തന്നെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ആപ്പ് APP. ഹൈഫൻ ഹൈഫൻ ഒരു ഹൈഫൻ BOOME RANG .trade താഴെ സെർച്ച് കൊടുത്തേ. ആരോ ടച്ച് ചെയ്തേ, തിരിഞ്ഞുള്ള ആരോ. ഏതാ സാറേ? താഴെ ആ കീപാഡ് താഴെ കണ്ടോ, ഒരു തിരിഞ്ഞൊരു ആരോ ഉണ്ട്, അത് കൊടുത്തേ. ആ കളർ ഉള്ളത് ഇതോ? താഴത്തെ ആരോ, ഏറ്റവും താഴെ ആരോ. കണക്ട് കൊടുത്തേ. ഇനി ആ മുകളിലെ പേജ് പ്രവർത്തിക്കാൻ നോട്ടെ. ഇല്ല മുകളിലെ തിരിച്ച് താഴേക്ക് വന്നു. മുകൾ ഭാഗത്ത് 3 വരെ ടച്ച് ചെയ്തേ. മൂന്നാമത്തെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ഇനി ഞാൻ 3 വരെ ടച്ച് ചെയ്തേ. ഒന്നാമത്തെ ആപ്പ് DApp എടുത്തേ. ഇനി പേജ് എടുത്തേ. ഇനി പേജ് മുകളിലൂടെ എടുത്തേ. വന്നോ?